ഇന്ന് വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം കേൾപ്പാനായിട്ട് ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം തുടരുകയാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വളരെ അസാധാരണമായ ഒരു വിഷയമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പത്ത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്രകാരം കാണാം, അല്ലെങ്കിൽ കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ ദൈവം സമ്പന്നരായ നമ്മിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു. ഞാൻ സമ്പന്നരായ നാം എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും പറയും, പാസ്റ്റർ പറയുന്ന പോലെ ഒന്നും സമ്പന്നരല്ല ഞാനെന്ന് പലരും ചിന്തിച്ചേക്കാം. പക്ഷേ അല്പമൊക്കെ ചെലവിനൊക്കെ കാശുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ജീവിക്കുന്നില്ലെങ്കിൽ നമ്മളെല്ലാം സമ്പന്നരായി കാണാൻ കഴിയാത്ത നമ്മുടെ മനോഭാവത്തിൻ്റെ പ്രത്യേകത. നമ്മളെപ്പോഴും നമ്മുടെ സമ്പത്ത് എന്തെന്ന് നിശ്ചയിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ്ലി അല്ല, കമ്പാരിറ്റീവ്ലിയാണ്. അതായത് ഞാൻ സമ്പന്നനാണോ എന്ന് തീരുമാനിക്കുന്നത് എനിക്ക് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറ്റുള്ളവൻ്റെ അടിസ്ഥാനത്തിലാണ്. മറ്റുള്ളവർക്കുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സമ്പന്നത നമ്മൾ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അംഗീകരിക്കുന്നുണ്ടോ വിഷയം? ഞാൻ സമ്പന്നനാണോ എന്ന് തീരുമാനിക്കുന്നത് എനിക്കുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറ്റുള്ളവർക്കുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സമ്പന്നനാണോ എന്ന് തീരുമാനിക്കുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറയാൻ കൊടുക്കുന്നതിൻ്റെ കാര്യം, നമ്മെ ദൈവം ഭൗതികമായി സമ്പന്നരാക്കിയപ്പോൾ ദൈവം നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം മാർട്ടിൻ ലൂതർ പറഞ്ഞതുപോലെ മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നത് പോലെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണത്, ദർ ആർ 3 conversions that are necessary of the heart, of the mind and of the purse. 3 തരത്തിലുള്ളതായ മാനസാന്തരം സംഭവിക്കണം. ഏതൊക്കെയാ? ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ, പണസഞ്ചിയുടെ. കർത്താവ് ശമര്യക്കാരിയായ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവൾക്കുണ്ടായത് എന്തിൻ്റെ മാനസാന്തരമായിരുന്നു? ഹൃദയത്തിൻ്റെ, അല്ലേ? പൗലോസിനുണ്ടായ മാനസാന്തരം, പത്രോസിനുണ്ടായ മാനസാന്തരം ഹൃദയത്തിൻ്റെയും പിന്നെ എന്തിൻ്റെയും കൂടിയായിരുന്നു? മനസ്സിൻ്റെയും കൂടിയായിരുന്നു. പൗലോസ് ജീവിതത്തെ കാണുന്ന രീതി തന്നെ അങ്ങ് മാറി. പത്രോസ് പഴയ നിയമത്തെ വായിക്കുന്ന രീതി തന്നെ അങ്ങ് മാറി. അപ്പോസ്തലപ്രവൃത്തി 1-2 അധ്യായങ്ങളിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ പത്രോസിൻ്റെ ബുദ്ധിക്ക് തന്നെ ഒരു മാനസാന്തരം വന്നെന്ന് നമുക്കറിയാം. അതുവരെ പറഞ്ഞ പത്രോസ് അല്ല ഇത്. പൗലോസ് 12-ാം അധ്യായത്തിൽ റോമാലേഖനത്തിൽ പറയാം, നിങ്ങൾ മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? അപ്പോൾ ഈ രൂപാന്തരപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? മനസ്സ്, ബുദ്ധിക്ക് ഒരു സ്ഥാനമുണ്ട്. ബുദ്ധിക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തുണ്ട്? ഒരു സ്ഥാനം നമ്മുടെ ബുദ്ധിക്കുണ്ട്. ബുദ്ധി നിങ്ങളെ പറയുന്നേ, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. എങ്കിലേ നമ്മുടെ ശരീരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും അല്ലെങ്കിൽ സ്വീകാര്യവുമായ യാഗമായി അർപ്പിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് മനസ്സിൻ്റെ മാനസാന്തരമാണ്, മനസ്സിൻ്റെ രൂപാന്തരം. നാം കാര്യങ്ങൾ എങ്ങനെ കാണുന്നു എന്ന കാര്യത്തിലുള്ള രൂപാന്തരം വരണം. പിന്നെ അത് സംഭവിക്കുമ്പോൾ ലേവിക്ക്, മത്തായി എന്ന ചുങ്കക്കാരനുണ്ടായ മാനസാന്തരം, സഖായിക്കുണ്ടായ മാനസാന്തരം, ബർണബാസ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടായ മാനസാന്തരം, അനന്യാസിനും സഫീറയ്ക്കും ഭാഗികമായുള്ള മാനസാന്തരം പോലുള്ളൊരു മാനസാന്തരവും കൂടി ഉണ്ടാകും. അത്തരം മാനസാന്തരം ഫിലമോനിലോട്ടും മറ്റു പലർക്കും പകരുകയും ചെയ്തു. ലുദിയയിടയ്ക്കും പകർന്നു, ഫിലിപ്പിയിലെ സഭയ്ക്കും ഉണ്ടായി. അതുകൊണ്ട് അവർ കൈ അഴിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തു. കാരണം ആ മാനസാന്തരം എവിടേക്ക് പകരുക? ഹൃദയം, ബുദ്ധി, പേഴ്സ്. സമഗ്രമായ മാനസാന്തരം. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പാപിയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, പ്രയർ ഓഫ് ദ സിന്നർ പ്രാർത്ഥിച്ച് അങ്ങ് അവസാനിപ്പിക്കും. കൈ ഉയർത്തി ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് അങ്ങ് വിടും, നമ്മൾ സാധാരണ ചെയ്യുന്നേ. പക്ഷെ അങ്ങനെ വിടുമ്പോൾ അവരങ്ങ് പോകുന്ന സമയത്ത് ബുദ്ധിക്കും കൊണ്ട് ഒരു മാനസാന്തരം വരും, മനസ്സിനും മാനസാന്തരം വരും, പിന്നെ ഇതിനും മാനസാന്തരം വരും, പേഴ്സിനും മാനസാന്തരം വരും. ഒരു സത്യം പറഞ്ഞാൽ പൗരോഹിത്യ സഭകളെക്കാളും അല്ലെങ്കിൽ സുവിശേഷ വിഹിതമല്ലാത്ത അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാത്ത മറ്റ് സഭകളെക്കാളും ഏറ്റവും കൂടുതൽ കർത്താവിന് വേണ്ടി കൊടുക്കുന്നതും അല്ലെങ്കിൽ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നതും രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങളുടെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്.
സത്യം അത്. ഏറ്റവും കൂടുതൽ ദേവവേലയ്ക്ക് വേണ്ടിയും ദരിദ്രന്മാർക്ക് വേണ്ടിയും സാധുക്കൾക്ക് വേണ്ടിയും കൊടുക്കുന്ന കൂട്ടായ്മ കാണിക്കുന്ന ആരാ? രക്ഷിക്കപ്പെട്ടവരാ. കാരണം ഞാൻ പറഞ്ഞത്, നാം അറിയാതെ ആണെങ്കിലും നമ്മുടെ മനസ്സിനും പേഴ്സണും ഒരു രൂപാന്തരം വരുന്നുണ്ട്. പക്ഷേ ഈ ബൈബിൾ ക്ലാസിൻ്റെ ഉദ്ദേശം അത് വേണ്ടത്ര വന്നിട്ടില്ലെങ്കിൽ അത് പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. ഈ ബൈബിൾ ക്ലാസിൻ്റെ അവസാനത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പണം ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ മധ്യം നിൽക്കുന്നത് എടുത്ത് മാറ്റണം. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത്തരമൊരു വിടുതലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം കണ്ടത് പല കാര്യങ്ങൾ കണ്ടു. പക്ഷെ അവസാന ഭാഗം മാത്രം ഞാൻ ആവർത്തിക്കുക, സമയത്തിൻ്റെ കുറവുണ്ട്. പണത്തോടുള്ള 3 തെറ്റായ സമീപനങ്ങൾ. അതിലൊരു സമീപനത്തെക്കുറിച്ച് മാത്രമേ കഴിഞ്ഞ രാത്രി സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അതായത് ഈ സമ്പന്നതയുടെ സമൃദ്ധിയുടെ സുവിശേഷം. നിങ്ങൾക്ക് ഇത് വേണോ? കർത്താവ് നിങ്ങൾക്ക് എല്ലാ ധനവും തരും, എല്ലാ അനുഗ്രഹവും ഭൗതിക അനുഗ്രഹങ്ങളും തരും. അതുകൊണ്ട് നിങ്ങൾ ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും. അതാണ് എൻ്റെ സമ്പന്നത സുവിശേഷൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ അത് തെറ്റും. ഞാൻ പ്രാർത്ഥിക്കാം, എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സമ്പന്നതയുണ്ടാകും. അല്ലെങ്കിൽ ഈ കൂട്ടായ്മയിലേക്ക് വാ, നാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കടം മാറിക്കിട്ടും. ഇതാണ് സമ്പന്നതയുടെ സുവിശേഷത്തിൻ്റെ തെറ്റ്. പക്ഷേ നാം ഇന്നലെ അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. സത്യത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് സമ്പന്നതയുടെ സുവിശേഷമാണ്, അല്ലേ? അതല്ലേ നമ്മൾ ഇന്നലെ കണ്ടേ? ഇന്നലെ വരാത്തൊരു പലരുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത് സുവിശേഷം എന്ന് പറഞ്ഞാൽ അതെന്തിൻ്റെ സുവിശേഷമാണ്? സമ്പന്നത സുവിശേഷമാണ്. പക്ഷേ ശരിയായ പൂർണ്ണ സുവിശേഷം എന്ന് പറയുമ്പോൾ അത് ഡബിൾ സമ്പന്നതയുടെ സുവിശേഷമാണ്, ഇരട്ടി സമ്പന്നത. അതെന്താ ചെയ്യുന്നേ? നമ്മൾ ഇന്നലെ കണ്ടു മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ നാം കണ്ടത് ഇങ്ങനെയാണ്: ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ഒരുപോലെ സമ്പന്നരാക്കുന്ന സുവിശേഷമാണ് കർത്താവിൻ്റെ സുവിശേഷം, ക്രൂശിൻ്റെ സുവിശേഷം. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും, അതായത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 100 മടങ്ങ് വീടുകളും നിലങ്ങളും അമ്മയപ്പന്മാരും സഹോദരന്മാരും ലഭിക്കും. വരുവാനുള്ള ലോകത്തിൽ ഉപദ്രവങ്ങളോട് ഇവിടെ കിട്ടും. വരുവാനുള്ള ലോകത്തിൽ എന്ത് ലഭിക്കും? നിത്യജീവനം കിട്ടും. ഈ അത്ഭുതങ്ങൾക്ക് ഞാൻ എതിരല്ല ഒരിക്കലും. അത്ഭുതങ്ങൾക്ക് വിശ്വസിക്കുകയും അത്ഭുതങ്ങൾ നടക്കാൻ പ്രാർത്ഥിക്കുകയും നടക്കുന്നത് കാണുകയും ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ ശുശ്രൂഷയിൽ. ഈ പുതിയ പ്രവണതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും ആ പഴയ കാര്യങ്ങൾ അറിയാം. ഒരു വിശ്വാസികളല്ലാത്ത ഒരു ഭവനത്തിൽ രോഗമോ പ്രയാസമോ എന്തെങ്കിലും ഉണ്ടായാൽ പഴയ കാലങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ അവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കും. അവർക്ക് വേണ്ടി നാം എന്തു ചെയ്യും? പോയി പ്രാർത്ഥിക്കും. മനസ്സിലായോ? വരുത്തി പ്രാർത്ഥിക്കുകയല്ല, എന്തു ചെയ്യും? പോയി പ്രാർത്ഥിക്കും. എന്നിട്ട് നാം അവരോട് പ്രസംഗിക്കുന്നത് രോഗശാന്തിയല്ല പ്രസംഗിക്കുന്നേ. എന്നെ ആത്മീയ ശുശ്രൂഷ വഴി നടത്തിയതായ പഴയ ദേവദാസന്മാരുടെ മാതൃക വായിച്ചു ഞാൻ വളർന്നു വന്ന സഭയുടെ മാതൃക വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രോഗശാന്തിയല്ല പ്രസംഗിക്കുന്നത്. എന്താ പ്രസംഗിക്കുന്നേ? ദൈവവചനം. ഈ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ ഒരാഴ്ചത്തെ മീറ്റിങ്ങോ അല്ലെങ്കിൽ അവരെ വീട് പ്രാർത്ഥന വയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയാം യോഗത്തിന് പോകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറയും. ഇത് പ്രാർത്ഥിച്ച് ഇവർ വചനം കേൾക്കുകയും ഇവർ ആത്മാവിൻ്റെ രക്ഷ പ്രാപിക്കുകയും ചെയ്ത് കഴിയുന്നതോടുകൂടെ ഇവർ രോഗവും മാറും. പൊതുവെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നേ. അതുകൊണ്ടാണ് നമ്മൾ കൺവെൻഷൻ നോട്ടീസ് അടിക്കുമ്പോൾ കൺവെൻഷൻ യോഗങ്ങൾ തിരുനക്കര മൈതാനം പറയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, രോഗശാന്തി നൽകുന്നതെന്ന് പറയാറില്ല. കാരണം നമുക്ക് ഉത്തരവാദിത്വം രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ ആത്മശാന്തിയും രോഗശാന്തിയും ഒരുമിച്ച് കിട്ടുന്ന ശുശ്രൂഷകളായിരുന്നു അന്ന് ആരംഭകാലങ്ങളിൽ. ഇന്ന് രോഗശാന്തി മാത്രം കിട്ടുകയും ആത്മശാന്തി ലഭിക്കാതെ പോവുകയും ചെയ്യുന്ന ശുശ്രൂഷകളാണ് വഴിപിഴച്ചത് ശുശ്രൂഷകൾ. ഞാൻ പറഞ്ഞ വ്യത്യാസം നമുക്ക് മനസ്സിലായോ? വചനം പഠിപ്പിക്കുന്നതിലൂടെ, വചനത്തിൻ്റെ ഉപദേശം കേൾക്കുന്നതിലൂടെ, സത്യം മനസ്സിലാക്കുന്നതിലൂടെ സത്യം സ്വതന്ത്രരാക്കുന്നൊരു ശുശ്രൂഷയുണ്ട്. അത് നെസ്കഫെ കുടിക്കുന്ന പോലെ അല്ല. അത് നെസ്കഫെ കുടിക്കാൻ എന്ത് മതി? ഒരു സ്പൂണ് ചൂടുവെള്ളത്തിലിട്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി. നെസ്കഫെ കുടിക്കുക ഇൻസ്റ്റൻറ്റ് കോഫി. മറ്റേ കോഫിയുണ്ട്. ഏതാ കോഫി? അത് റോസ്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ബ്രൂ ചെയ്ത് ഉണ്ടാക്കുന്ന കോഫിയുണ്ട്. അതിന് സമയമെടുക്കും. അതാ സത്യത്തിൽ സുവിശേഷം.
പൗലോസൊക്കെ വചനം പ്രസംഗിക്കുകയെ, ആ നഗരത്തിൽ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയെ വെളിച്ചപ്പാടത്തിയായ സ്ത്രീ അവരെ പുറകെ നടന്ന് പറഞ്ഞു. അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് വെളിച്ചപ്പാടത്തേക്ക് ഇവരുടെ സത്യം മനസ്സിലായി. അവർ പറഞ്ഞു, ഇവർ രക്ഷാമാർഗം നിങ്ങൾ കാണിച്ചു തരുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് വെളിച്ചപ്പാടത്തിൽ പറയുന്നു. കാരണം വെളിച്ചപ്പാടത്തിൽ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ ദിവസങ്ങളായിട്ട്. ആ വെളിച്ചപ്പാടത്തെയാണ് എന്ത് ചെയ്തത്? അവളുടെ ഭൂതത്തെയാണ് പൗലോസും ശിലാസും എന്ത് ചെയ്തേ? ശാസിച്ച് പ്രാർത്ഥിച്ച് പുറത്താ. ഞാൻ പറഞ്ഞത്, ഈ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എളുപ്പമല്ല. സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ വചനത്തിലുള്ള സമൃദ്ധിയുടെ സുവിശേഷം നാം ഇന്നലെ കണ്ടത്, ആർക്കാണ് ഇതെല്ലാം കിട്ടുന്നത്? വിട്ടവർക്ക്, പിന്നെ ഉപദ്രവങ്ങൾ അനുഭവിച്ചവർക്ക്, പിന്നെ അനുസരിച്ചവർക്ക്, ഇവർക്ക് എന്ത് കിട്ടുന്നു? അപ്പോൾ ഏതാദ്യം വരുന്നത്? ആദ്യം വരുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ. അതിനോടൊപ്പം വരുന്നത് നമ്മുടെ ആത്മസമർപ്പണം. അവർക്കേ വിടാൻ പറ്റൂ. അമ്മയപ്പന്മാരെ വിട്ടവർക്ക് അമ്മയപ്പന്മാരെ കിട്ടൂ. അമ്മയപ്പന്മാർ ഉള്ളവർക്ക് പിന്നെ അമ്മയപ്പന്മാരെ ദൈവം കൊടുക്കുകയില്ല. അത് വിടാൻ സന്നദ്ധയുള്ളവർക്ക് എന്ത് കിട്ടുമെന്നാ പറഞ്ഞേ? കിട്ടും. നിലങ്ങൾ കർത്താവിന് വേണ്ടി വിട്ടവർക്ക് എന്ത് ചെയ്യും? നിലങ്ങൾ കിട്ടും. വീടുകൾ കർത്താവിന് വേണ്ടി നഷ്ടപ്പെട്ടവർക്ക് എന്ത് കിട്ടും? വീടുകൾ ഇവിടെ തന്നെ കിട്ടും. പക്ഷെ നിത്യജീവനെയും കിട്ടും. പക്ഷേ ഇന്ന് നാം കാണുന്ന പ്രോസ്പെരിറ്റി തിയോളജി, സമൃദ്ധിയുടെ സുവിശേഷത്തിൽ എന്തേ കിട്ടുന്നുള്ളൂ? ഞാൻ അടച്ചു കുറ്റം പറയുകയല്ല, പൊതുവെ നടക്കുന്ന കാര്യം പറയുകയാണ്. ഇന്ന് വീടും നിലങ്ങളും കടകളും ഫാക്ടറികളും കിട്ടുന്നു, നിത്യജീവന് കിട്ടുന്നുമില്ല. അതാണ് തെറ്റ്. ഇനി ഇങ്ങനെ രണ്ട് തിരുത്താ ഞാൻ പറയുന്നത്, രണ്ട് എക്സ്ട്രീംസ്. ഒന്ന്, ചിലരുണ്ട് നമ്മളെ കർത്താവ് കഷ്ടതയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു പ്രസംഗിക്കുന്നവരുണ്ട്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. കഷ്ടതയ്ക്കായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു ഇല്ല. നമ്മളെ കർത്താവ് കഷ്ടതയ്ക്കായല്ല വിളിച്ചേ, നമ്മളെ കർത്താവ് നിത്യജീവനായ വിളിച്ചേ. അതിൻ്റെ ഭാഗമായ അല്പം കഷ്ടതയൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. നമ്മെ കർത്താവ് വിളിച്ച് സമ്പന്നരാക്കാനുമല്ല, കൂട്ടത്തിൽ അല്പം ഒരു സൗകര്യമൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷേ ഈ ബൈബിൾ സ്റ്റഡിയുടെ അവസാനത്തിൽ നാം മനസ്സിലാക്കും, ഈ സമ്പന്നത ഒരിക്കലും നമ്മുടെ എന്ത് ചെയ്യത്തില്ല, നിത്യജീവനെ നഷ്ടപ്പെടുത്തുവാൻ ഇടയാകാതെ നാം സൂക്ഷിക്കാൻ പഠിക്കും, കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞത് 3 തെറ്റായ സമീപനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു. ഒന്ന്, ഈ പ്രോസ്പെരിറ്റി തിയോളജി. 2, വേറൊരു എക്സ്ട്രീമാ, ത്യാഗജീവിതം, അസറ്റിക് മൂവ്മെൻറ്റ്. ത്യാഗികൾ എല്ലാം വിറ്റ് ഈ ലോകത്തിൽ എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി സകലം നഷ്ടപ്പെടുത്തുന്ന, കഷ്ടത വിളിച്ചു വരുത്തുന്ന ചില ജീവിതങ്ങളുണ്ട്. അത് ഈ അസറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ത്യാഗജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ത്യാഗജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന ചിന്തയാണ്. ത്യാഗ ജീവിതത്തിൽ എല്ലാം ത്യജിച്ച ഒരു ജീവിതം. ലോകത്തിലെ പൊസഷൻസ് ഒന്നും വേണ്ട, സ്വത്തുകളൊന്നും വേണ്ട, അതെല്ലാം വിറ്റ് എവിടെ കൊടുക്കുക? അപ്പോസ്തലന്മാരെ കാക്കിൽ വെക്കുക. ഈ ത്യാഗജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമ്പത്തിനെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. സമ്പത്തിനെ ഒരു ശത്രു എന്ന പോലെയാണ് കാണുന്നത്. സമ്പത്ത് കണ്ട അത് പറ്റത്തില്ല, നമുക്ക് വേണ്ട. പക്ഷേ ഈ 2 വശവും തെറ്റാ. ഒന്ന്, പ്രോസ്പെരിറ്റി ഗോസ്പൽ, സമ്പന്നതയുടെ സുവിശേഷം സമ്പത്തിനെ എന്ത് ചെയ്യുന്നു? ഗ്ലോറിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ പുകഴ്ത്തുന്നു. ത്യാഗജീവിതം അനുഷ്ഠിക്കുന്നവർ സമ്പത്തിനെ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു പൊസിഷനുണ്ട്. അതാണ് വേദപുസ്തകത്തിൻ്റെ സ്ഥാനം. ഇത് പറയുമ്പോൾ കത്തോലിക്കയിലെ അച്ഛന്മാരോ സന്യാസിമാരോ സിലോൺ പെന്തക്കോസ്ത് പോലുള്ള മൂവ്മെൻറ്റ്സിലെ പാസ്റ്റർമാരോ മാത്രമല്ല ഈ ചിന്തയ്ക്കുള്ളിൽ പെട്ടിട്ടുള്ളത്. വായിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, മഹാകവി KV സൈമൺ സാറിനെ പോലെയുള്ളവരും ഒരു പരിധി വരെ ഇതിന് അടിമകളായിരുന്നു, ഇത്തരം ചിന്തയ്ക്ക്. നമ്മൾ ദൈവസന്നിധിയിൽ ഈ സിംപ്ലിസിറ്റി ഉണ്ട്, ക്രിസ്തീയ സിംപ്ലിസിറ്റി, ക്രിസ്ത്യൻ സിംപ്ലിസിറ്റി, എളിമ കൂടിയാൽ അറിയാതെ ഈ എക്സ്ട്രീമിലേക്ക് പോകാം. പോയതിൻ്റെ 2-3 തെളിവുകൾ ഞാൻ പറയാം. ഒന്ന്, പാസ്റ്റർ KV സൈമൺ. അദ്ദേഹത്തെ അറിയുന്നവരും പറയുന്നത്, അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹം ഒരിക്കലും പണം കൈകാര്യം ചെയ്യാൻ, ഒരു കാലം വന്നപ്പോൾ പണം കൈകാര്യം ചെയ്യുന്നത് വിമുഖനായിരുന്നു. അദ്ദേഹം ആത്മീയമായിട്ട് വളർന്നു വന്നപ്പോൾ പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വിമുഖനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്, നമ്മൾ പാടാറില്ല.
ആ പാട്ട് ഇങ്ങനെയാണ് അത് പോകുന്നത്. എനിക്ക് ആദ്യത്തെ വരി നോക്കി ഓർമ്മ വരുന്നില്ല, പക്ഷേ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഈ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത്, ഇത് മാമോൻ ഈ ദ്രവ്യാഗ്രഹം മൂത്ത് മുട്ടയിടുന്നു. അതിൻ്റെ സാരാംശം പറയാം. എന്നിട്ടത് മാമോൻ കുട്ടികളായി വിരിഞ്ഞിടുന്ന എന്നാ മറ്റോ ആ പാട്ടിൻ്റെ പേര്. ദ്രവ്യാഗ്രഹം ആ പാട്ട് അങ്ങനെയാണ് പോകുന്നത്. എന്നവിടെ വന്നു ചേരുമോ എന്നുള്ള ആ ഗാനത്തിൻ്റെ ഭാഗമായത് മാമോൻ കുട്ടികളായി പിറന്നിടുന്ന എന്നാ മറ്റോ. അതായത് ദ്രവ്യാഗ്രഹം മൂത്തിട്ട് എന്ത് ചെയ്യും? മുട്ടയിടും. മുട്ടയിട്ടിട്ട് പിന്നെ എന്താ വിരിയുന്നത് അതിന്ന്? മാമോൻ, അതായത് ദ്രവ്യാഗ്രഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിരിയുക നമ്മുടെ ഹൃദയത്തിൽ. ആ പാട്ടൊക്കെ അദ്ദേഹം എഴുതിയ കാലത്ത് അദ്ദേഹത്തിന് ഈ പണത്തോടൊരു ശത്രുതാ മനോഭാവമായിരുന്നു. അങ്ങനെ അദ്ദേഹം അത്തരം ഒരു ആത്മീയ അവസ്ഥയിലേക്ക് വന്ന്, മാനസികാവസ്ഥയിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സഹായിയെ ശമ്പളത്തിന് വെച്ചു. എന്നിട്ട് എന്തെങ്കിലും കാര്യത്തിന്, എന്തെങ്കിലും ആവശ്യത്തിന് പണം കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ആ പണം കൈകാര്യം ചെയ്യുന്ന പുള്ളിയല്ല, പുള്ളി പണം കൈകൊണ്ട് തൊടുകയില്ല, നാണയങ്ങൾ. ഇത് ഈ സഹായിയാണ്. അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ കാശ് കൊടുക്കുന്നത് ഈ സഹായിയാണ്. കാരണം ഈ മാമോൻ കുട്ടിയെ തൊടാൻ പുള്ളിക്ക് പേടിയാണ്. അതിനെ അങ്ങ് വർജിച്ചിരിക്കുക പുള്ളി. അതൊരു എക്സ്ട്രീമാണ്. എന്നുവെച്ചാൽ അത്രത്തോളം പണത്തോടുള്ളതായ എന്താ പറയണ്ടേ, വിട്ടൊഴിയുന്ന അവസ്ഥ. ഇദ്ദേഹത്തിൻ്റെ ഇതേ ഒരു ചിന്താഗതിയായിരുന്നു സാധു കൊച്ചുകുഞ്ഞു ഉപദേശിക്ക് ഇതേ ചിന്തയായിരുന്നു. പക്ഷെ അല്പം വ്യത്യസ്തമായ ചിന്തയായിരുന്നു. ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം പഠിക്കുകയും ആത്മീയമായി വളരുകയും പ്രാർത്ഥനയിൽ വളരുകയൊക്കെ ചെയ്ത അവസരത്തിൽ ലോകത്തോടൊരു വെറുപ്പ്. ഈ 4 ദിവസത്തെ ബൈബിൾ ക്ലാസ് മുഴുവൻ സമ്മറൈസ് ചെയ്തൊരു പാട്ടാണ്. തിത്തിരികൾ അന്യമുട്ടയെ വിരിയിച്ചിടുന്ന പോൽ, അതായത് ഏതാണോ ആരുടെ മുട്ടയാണെന്ന് അറിയാതെ കുയിൽ കാക്കയെ കൊണ്ട് സ്വന്തം മുട്ടയെ വിരിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ ദ്രവ്യാഗ്രഹികളായ അന്യമുട്ടയുടെ മീത് എന്തിരിക്കുക? പൊരുന്നിരിക്കുക. എന്നിട്ട് വിരിയുന്നത് എന്താ? ആർത്തിയുള്ള മാമോൻ കുട്ടികളാണ് വിരിയുന്നേ. ഇതിന് എത്ര തിന്നാൻ കൊടുത്താലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. ഇതെല്ലാം വിരിച്ചിറങ്ങിയിരിക്കുക. പക്ഷെ അന്യമുട്ടയുടെ മീതി എന്തിരുന്നത്? അന്യമുട്ട എന്ന് പറഞ്ഞത് ദൈവം തരാത്ത ദാനങ്ങളുടെ മീതിയായി ഇരുന്നത്, പൊരുന്നിയിരുന്നത്. സ്വന്തം കഴിവ് കൊണ്ടും സ്വന്തം നേട്ടം കൊണ്ടും ഒക്കെ നേടിയ പല ഇതിൻ്റെ മീതും പൊരിഞ്ഞിരുന്നിട്ട് ഇതെല്ലാം ആർത്തിയുള്ള മാമോൻ കുട്ടികളായിട്ട് വിരിഞ്ഞിറങ്ങി കൂടും വീടും സകലവും കൊത്തി തിന്നുക. പിന്നെ ആർത്തിയുള്ളതിനെ വിരിച്ചെടുക്കുക. ഇതാ കെ.വി. സൈമൺ സാറിൻ്റെ ആ ചിന്ത ഞാൻ പറഞ്ഞു. മാമോൻ കുട്ടികൾ വിരിക്കുന്ന ഹൃദയങ്ങളെക്കുറിച്ച് കൊച്ചുകുഞ്ഞ് ഉപദേശിക്ക്. കാരണം ആ പാട്ടൊക്കെ എഴുതുന്ന അവസരത്തിൽ ഈ ധനത്തെക്കുറിച്ചുള്ള അവരുടെ ആത്മീയ വളർച്ചയാണ്. പക്ഷെ ഒരു വേറെ എക്സ്ട്രീമിലേക്ക് പോവുക. ഏത് എക്സ്ട്രീമിലോട്ട്? പണം ശത്രു. അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യാൻ ഒരു കൂലിക്കാരനെ വെക്കുക. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അത്രത്തോളം ശത്രുതയാണ് പണത്തോട്. എനിക്ക് തൽക്കാലം ജീവിക്കാനുള്ളതൊക്കെ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഒന്നും കൂട്ടി വെക്കുന്നില്ല. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിക്ക് ഉണ്ടായ ഒരു കാര്യം, ഞാനിതിനെ തെറ്റെന്നല്ല വിളിക്കുന്നത്, ഞാനിതിനെ തെറ്റെന്നൊന്നും വിളിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് എങ്ങനെ നമ്മുടെ ഇടയിലും ഇത് വന്നിട്ടുണ്ട്, വരികയും ചെയ്യാം. ഇതിൻ്റേതായ ചില അപകടങ്ങളുണ്ട് താനും. സാധു കൊച്ചുഞ്ഞുവേശി പണ്ടെന്നോ സമൃദ്ധമായി ഊണ് കൊടുത്തു, പുള്ളി കഴിച്ചു. സാധാരണഗതിയിൽ എത്ര വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയാലും സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ വ്രതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കറി മാത്രം ഉപയോഗിച്ച് ഊണ് കഴിക്കാന്നുള്ളതാണ്. 15 വിഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിൽ ഒരു വിഭവം മാത്രം ഉപയോഗിച്ചേ ആഹാരം കഴിക്കൂ. അത് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച് എനിക്ക് പല ദേവദാസന്മാരെ അങ്ങനെ അറിയാം. കാരണം ആ സമൃദ്ധി വേണ്ട, എനിക്ക് ആഹാരം കഴിക്കുക എത്രത്തോളം മതി, അതിലിഷ്ടമുള്ള ഒരു കറി എടുത്ത് ഊണ് കഴിച്ച് അവസാനിപ്പിക്കുക, കഞ്ഞി കുടിച്ച് അവസാനിപ്പിക്കുക. അതായിരുന്നു അന്നത്തെ ആത്മീയ രീതി. അങ്ങനെ രീതിയുള്ള പലരെയും എനിക്കറിയാം. ഒരു വീട്ടിലേക്ക് ഉച്ചനേരത്ത് കയറി ചെല്ലുന്ന അവസരത്തിൽ, അന്നൊക്കെ പട്ടിണിയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഉണർവ് നടക്കുന്ന അവസരത്തിൽ അവിടെ വരുന്ന വേലക്കാർ കയറി വരും. കയറുന്ന നേരത്ത് അവർ ചോദിക്കും, വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമായിരിക്കും. കാരണം ഇതുവരെ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ഓരോ വീടുകളും സന്ദർശിക്കുക. കഴിച്ചു എന്ന് പറഞ്ഞാൽ കള്ളമാണ്, ഒന്നും കഴിച്ചിട്ടില്ല, സത്യം. കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ ദാരിദ്ര്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒരുക്കും. അപ്പോൾ അവർക്കൊരു ബദ്ധപ്പാടാവുകയും ചെയ്യും, ഒരു പ്രയാസമാകും. ഇതിന് രണ്ടിനുമുള്ളൊരു പോംവഴി എന്ന് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലെ വേറെപാടിൻ്റെ ഉണർവ് കിടന്ന കാലത്ത് അന്നത്തെ വിശേഷന്മാർ ചെയ്യുന്ന പോകുന്ന വഴിക്ക് ഈ
ഏതെങ്കിലും മാവിൻ്റെ ഏതെങ്കിലും ചെടിയുടെ നാമ്പ് ആ വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് നുള്ളി വായിലിട്ട് ചവച്ച് തിന്നും. ഇളം ഇലകൾ 2-3 എടുത്ത് ചവച്ച് തിന്നും. ചവച്ച് തിന്നിട്ട് ആ വീട്ടിലോട്ട് പ്രൈസിലോട്ടെന്ന് പറഞ്ഞ് കയറി ചെല്ലും. അപ്പോൾ അവർ ചോദിക്കും, ഉദ്ദേശിച്ച് കഴിച്ചിട്ടാണോ വരുന്നേ എന്ന് പറയും. യെസ്, കഴിച്ചിട്ടാണ് വരുന്നേ, ഒന്നും ഒരുക്കണം, ഞങ്ങൾ കഴിച്ചാൽ ഇപ്പോൾ കഴിച്ചോളൂ എന്ന് പറയും. കള്ളം പറയുന്നുമില്ല. കഴിച്ചതെന്താ? 2 ഇളം മാവിലയാണ്. അതായിരുന്നു അന്നത്തെ വിശുദ്ധി. ഇന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് എന്തു പറയും? വല്ലതും പോരട്ടെ എന്നുള്ള ചിന്തയായിരിക്കും പലർക്കും. ഞാൻ പറഞ്ഞത്, ഞാൻ എല്ലാവരും അടക്കി പറയുന്നതല്ല എൻ്റെ സ്വഭാവം. ഞാൻ പറഞ്ഞത് സാധു കൊച്ചു കുഞ്ഞുവേശിയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഒരിക്കൽ സാധു കൊച്ചു കുഞ്ഞുവേശി കഴിച്ചിട്ട് പോകുന്ന വഴിക്ക് ബസ് കയറാൻ പോകുന്ന അവസരത്തിൽ ഒരു കടയിൽ നല്ല പഴക്കമില്ല പൂവൻ പഴം തൂക്കിയിട്ടിരിക്കുന്നതാണ്. ഉദ്ദേശി പോയി ഒരെണ്ണം വാങ്ങിച്ച് തൊലി ഒഴിച്ച് കഴിച്ചുകൊണ്ട് തിരിഞ്ഞ് നടക്കുന്ന അവസരത്തിൽ അവിടെ ഒരു കുഴിയായിരുന്നു. ആ കുഴിയിലോട്ട് പുള്ളി അങ്ങ് വീണു. ഈ ഓട എന്ന് പറയത്തില്ലേ, വെള്ളം ഒഴുകാനുള്ള, ആ തെറ്റി അതിലോട്ട് അങ്ങ് വീണു. എല്ലാവരും ഓടി വന്നു. ഈ ഉപദേശിത വീണ് കിടക്കുന്നു പറഞ്ഞ് ഓടി വന്നപ്പോൾ ഉപദേശി എഴുന്നേക്കുന്ന വേട്ടല്ല. ഉപദേശി അവിടെ കത്ത് പറയാ, കൊച്ചുകുഞ്ഞെ നിനക്കിത് വേണം, നിനക്ക് ഞാൻ സമൃദ്ധിയായ ആഹാരം തന്നു, നീ സമൃദ്ധി ആഹാരം കഴിച്ചു, എന്നിട്ട് നിനക്കൊരു പൂവങ്കുഴം കൂടെ കഴിച്ചാൽ, നിൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കി കഴിച്ചാലേ നിനക്ക് സമൃദ്ധിയാകുള്ളൂ, അല്ലേ നീ അവിടെ കിടക്ക്. ആരാ പറയുന്നേ? കൊച്ചുകുഞ്ഞോട് പറയാം. ആൾക്കാർ ഈ വയസ്സിനെ വലിച്ച് താങ്ങാൻ നോക്കണമായിരുന്നു. പറയാം വേണ്ട, കൊച്ചുകുഞ്ഞേശി സ്വന്തം പ്രസംഗിക്കുക. കാരണം കൊച്ചുകുഞ്ഞുവേശിയും പൂവമ്പഴവും തമ്മിൽ വ്യത്യസ്തമായി കാണുന്നൊരു ആത്മീയത അത്. മനസ്സിലായോ? അത് ഞാൻ അതിനെ തെറ്റെന്ന് ഞാൻ പറയത്തില്ല. അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തായിരിക്കാം. പക്ഷേ ഈ എക്സാമ്പിൾസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ ത്യാഗ ജീവിതത്തിന് ഇത്തരം പണത്തോടുള്ള ആ ഒരു ശത്രുത, പണത്തോടുള്ള ആ കഠിനമായൊരു വെറുപ്പ്, ഇതും ദൈവവചനത്തിൽ പറയുന്നില്ല. ഈ സമ്പന്നതയുടെ സുവിശേഷം ഉണ്ടാക്കുന്ന നമുക്ക് അതിനോടൊരു ആഭിമുഖ്യം ഉണ്ടല്ലോ. പണമുണ്ടെങ്കിലേ, പണമില്ലാത്തവൻ, ഇന്നലെ ഞാൻ പറഞ്ഞു, വെൽത്തിനെ ഗ്ലോറിഫൈ ചെയ്യുക, സമ്പന്നത എന്ത് ചെയ്യുക? മഹത്വീകരിക്കുക. പിന്നെ ദരിദ്രത്തെ ക്രിമിനലൈസ് ചെയ്യുക, അതൊരു കുറ്റമാണെന്ന് കാണിക്കുക. ഇതൊക്കെയായി സമ്പന്ന സുവിശേഷൻ്റെ പ്രത്യേകത. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. എന്ത് ചെയ്യുക? ദരിദ്രത്തെ മഹത്വീകരിക്കുക, പിന്നെ സമ്പന്നതയെ ക്രിമിനലൈസ് ചെയ്യുക. എന്താ ഇവിടെ വരുന്ന തെറ്റ്? നമ്മെക്കുറിച്ച് ദൈവം ആ ഒരു എക്സ്ട്രീമിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് വചനം പറയുന്നത്. അതിന് പല കാരണങ്ങൾ തുറന്നുള്ള ക്ലാസ്സുകൾ ഞാൻ പറയും. ഇതെല്ലാം ഓവർലാപ്പ് ചെയ്യാം. ഒരു എളിയ ജീവിതം നയിക്കുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റല്ല. ഒരു എളിയ ജീവിതം, അതായത് നമ്മുടെ ആവശ്യങ്ങൾ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രയും ആവശ്യങ്ങളുള്ളൂ, എനിക്ക് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഒരു ചെറിയ വീട് കൊണ്ട്, അല്ലെങ്കിൽ ഈ വലിപ്പമുള്ള വീട് കൊണ്ട് ഞാൻ സംതൃപ്തനാണ്, ഇത്രയും ഡ്രസ്സ് കൊണ്ട് ഞാൻ സംതൃപ്തയാണ്, എനിക്ക് ഇത്രയും ഷൂസ് മതി, എനിക്ക് ഇത്രയും ചെരുപ്പ് മതി, അല്ലെങ്കിൽ ഈ ഇത്രയും വിലയ്ക്ക് ഉപരിയായ വിലയുള്ള ഒരു സാധനവും ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കുകയില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എന്തല്ല? തെറ്റല്ല. ഞങ്ങളുടെ ഭവനത്തിൽ അനേക വർഷങ്ങളായിട്ട് എൻ്റെ കുടുംബത്തിൽ ഞാൻ 2 കുഞ്ഞുങ്ങളെ വളർത്തി. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു എഴുതപ്പെടാത്തൊരു നിയമമുണ്ട്. ആ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർട്ടൺ എമൗണ്ടിന്, ആ എമൗണ്ട് പലപ്പോഴും കൂട്ടിയിട്ടുണ്ട്, ഒരു പരിധിക്കപ്പുറമുള്ള സാധനങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങൾ അങ്ങ് വാങ്ങിക്കത്തില്ലെന്നാണ്. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ മക്കളും അനുഷ്ഠിക്കുന്ന നിയമമായത്. ഒരു സെർട്ടൺ ലെവൽ, ഒരു ഷൂ ആണെങ്കിൽ ഇത്ര രൂപയ്ക്കുള്ള അപ്പുറമുള്ളൊരു ഷൂ നമ്മൾ വാങ്ങിക്കുന്നത് ശരിയല്ല. ഇനി വാങ്ങിക്കേണ്ടി വന്നാൽ വാങ്ങിച്ചെന്നും വരും, ആരെങ്കിലും കൂടിയൊരു സാധനം തന്ന ഇട്ടെന്നും വരും. ഞാൻ പറയാൻ മനസ്സിലായോ? ആ മനസ്സിൻ്റെ സ്വാതന്ത്ര്യം അത്. അതേസമയത്ത് മനസ്സിനൊരു നിയന്ത്രണവും വേണം, മനസ്സിനൊരു സ്വാതന്ത്ര്യം, രണ്ടും വേണം. ഈ മൂവ്മെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രീമിലേക്കാണ് പോകും. ഒന്ന് ശരി, മറ്റൊരു തെറ്റ് എന്ന് പറയുന്നതാണ് തെറ്റ്. പക്ഷേ ഹൃദയത്തിൻ്റെ ഒരു ലാളിത്യം നമുക്ക് ആവശ്യമാണ്. അതേസമയത്ത് സാധു കൊച്ചുകുഞ്ഞേശി ചിന്തിച്ചതുപോലെ നമുക്ക് ആഹാരം കഴിച്ചിട്ടും പോരാന്നൊരു തോന്നലുണ്ടല്ലോ, അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് ആഹാരം കഴിച്ചിട്ടും പോരാന്നുള്ളൊരു തോന്നൽ, അതിനെ തിരിച്ചറിയാൻ, അതായത് ദൈവത്തിൽ നിന്നല്ലാത്തതിനെ നമ്മുടെ ജഡത്തിൽ നിന്നുള്ളത് എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവാണ് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ആ സംഭവത്തിലൂടെ കാണിച്ചത്. ഞാൻ പറയാൻ മനസ്സിലായോ? ആ ഒരു തിരിച്ചറിവ് എന്തല്ല? തെറ്റല്ല. എന്ത് തിരിച്ചറിവ്? എന്താണ് ദൈവത്തിന് പ്രസാദകരമെന്നും എന്താണ് ദൈവാത്മാവിൻ്റേതെന്നും എന്താണ് നമ്മുടെ ജഡത്തിൻ്റേതെന്നും തിരിച്ചറിയാനൊരു കഴിവുണ്ടല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്തത്? ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന കാര്യത്തിന് ഓർഡർ കൊടുത്തത്? എൻ്റെ പ്രതാപം കാണിക്കാനാണോ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാണോ?
എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തിരിച്ചറിവുണ്ട്. അതാണ് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ആ സംഭവത്തിലൂടെ കാണിച്ചത്. എന്താണ് തന്നെ അടിമയാക്കുന്നത്, എന്താണ് തന്നെ സ്വതന്ത്രനാക്കുന്നത്, ആ ഒരു തിരിച്ചറിവ് എന്തല്ല, തെറ്റല്ല. പിന്നെ എന്താണ് ഇതിലെ പ്രശ്നം? ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഓടിപ്പോക്ക, എസ്കേപ്പിസം, ഓടിപ്പോക്ക്. അതായത് ഇത് അപകടമാണ് എന്ന് കണ്ടുകൊണ്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഓടിപ്പോവുക. അത് വേണ്ട. ഞാനൊരു ഉദാഹരണം ഇങ്ങനെ പറയാറുണ്ട്, അടുത്തൊരു സ്റ്റഡീസിൽ ഞാനത് ഉപയോഗിക്കാം, പൂർണ്ണമായിട്ട് അത് ഉപയോഗിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡോ സൾഫൂരിക് ആസിഡോ കൈ പൊള്ളിക്കും അല്ലേ, സാമാന്യം എല്ലാവർക്കും അറിയാവുന്ന. പക്ഷേ നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീടിൻ്റെ ഒരു ഭാഗത്ത് വളരെ കഠിനമായ കറയോ നിറമോ ഉണ്ടെങ്കിൽ അതൊന്ന് ശുദ്ധീകരിക്കാൻ അല്പം ഈ ആസിഡിൻ്റെ ആവശ്യമുണ്ട് താനും. ആസിഡ് ഒരേ സമയത്ത് എന്താണ്, ഉപദ്രവം ചെയ്യുന്നതുമാണ്, അതേസമയത്ത് ഉപകാരിയുമാണ്. ഉപദ്രവം ചെയ്യുന്നതാണ് എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതിനെ കളയാൻ പറ്റില്ല, അതിന് ഉപകാരമുണ്ട്. പക്ഷെ നമ്മൾ ഇത്രേ ചെയ്യേണ്ടു, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, സേഫായിട്ട് സുരക്ഷാകരമായ വിധത്തിൽ എന്ത് ചെയ്യണം, കരുതലോടെ കൈകാര്യം ചെയ്യണം. ഇത്ര മാത്രമേ ദൈവജനം പറയുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഓടിപ്പോകേണ്ട കാര്യമില്ല. വചനം നമ്മെ പഠിപ്പിക്കും. നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നിങ്ങൾ ഭൂമിയുടെ ആരാകുന്നു? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഭൂമിയുടെ ഉപ്പ് ഭൂമിയെ വിട്ട് ഓടിപ്പോയിട്ട് എന്താ കാര്യം? മാങ്ങയുണ്ട്, ഉപ്പുമുണ്ട്. പക്ഷേ ഉപ്പ് മാങ്ങയിലേക്ക് കയറാൻ തയ്യാറല്ലാതെ അതിൽ നിന്ന് ഉൾവലിയാണെങ്കിൽ ആ ഉപ്പ് കൊണ്ട് എന്താ പ്രയോജനം അല്ലേ? നമ്മൾ ഇന്നലെ വിശദമായി കണ്ട കാര്യം, അതുകൊണ്ട് ഞാൻ വീണ്ടും വിശദീകരിക്കുന്നത്. ഇന്നലെ വന്നവർക്ക് അതിൻ്റെ വിഷയം മനസ്സിലാകും. നാം എന്ത് ചെയ്യണം? ഈ ലോകത്തിൻ്റെ മനസാക്ഷിയാകുന്ന വിധത്തിൽ അതിലേക്ക് ഇറങ്ങി ചെല്ലണം. നമ്മുടെ അയൽക്കാർക്ക് മനസ്സിലാകണം ഇങ്ങനെയാണ് ശരിയായി ജീവിക്കേണ്ടതെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ ജീവിക്കുന്നതാണ് ലോകത്തിൻ്റെ വെളിച്ചമാകുക എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മളെ കാണുന്നവർ അവർക്ക് ഇങ്ങനെയാണ് ശരിയായ വിധത്തിൽ ജീവിക്കേണ്ടത് എന്നൊരു ബോധ്യം വരികയും അവർ നമ്മുടെ ജീവിതം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഉപ്പ് എവിടേക്ക് ചെല്ലുന്നത്? സമൂഹത്തിലോട്ട് കയറി പിടിക്കുന്നത്. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഉപ്പ് എന്ത് ചെയ്യാനല്ല, ഓടിപ്പോകാനല്ല, എസ്കേപ്പിസം അല്ല ഉദ്ദേശിക്കുന്നത്. 2, ഈ ലോകത്തിൽ ദുഷ്ടതയുണ്ട്. ഈ ലോകം ഒരു ദുഷ്ട ലോകമാണ്. പക്ഷേ ഈ ലോകത്തോട് നാം അതിരുവിട്ട ഒരു പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല. ദൈവം അത് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അത്. ഈ ലോകം ദുഷ്ടലോകമാണ്. പക്ഷേ ഇത് ദുഷ്ടലോകമായിട്ടല്ല ആര് സൃഷ്ടിച്ചത്? ദൈവം സൃഷ്ടിച്ചത്. ഇത് ഈ ദുഷ്ടലോകം ഇങ്ങനെ തന്നെ അവസാനിക്കുവാനല്ല ദൈവത്തിൻ്റെ ഉദ്ദേശവും. ഇതെന്താ? ഇതൊരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയുമായി മാറ്റപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. വീണ്ടെടുക്കപ്പെടുന്ന ജനത്തിലൂടെ ഈ സൃഷ്ടിക്ക് തന്നെ എന്ത് ചെയ്യും? ഒരു മാറ്റം വരും. വീണ്ടെടുക്കപ്പെടുന്ന ജനത്തിലൂടെ ഈ സൃഷ്ടിക്ക് തന്നെ ഒരു മാറ്റം വരും. ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ഉണ്ട്. ഈ ലോകത്തിന് അതാര് നൽകിയ സൗന്ദര്യമാണ്? അതിൻ്റെ സൃഷ്ടാവ് നൽകിയ സൗന്ദര്യമാണ്. ഈ ലോകത്തിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെല്ലാം ആര് നൽകിയത്? അല്ലെങ്കിൽ ആരുടെ പ്രതിഫലനമാണത്? അതിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വെറുക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുക്കുക എന്ന് പറയുമ്പോൾ അതിനെ സൂക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലേ പറയുന്നുള്ളൂ. വേദപുസ്തകം ഹെയ്റ്റ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ, ഹെയ്റ്റ് ഈവിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹെയ്റ്റ് അല്ല അത്. അതിനെന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അതിനെക്കുറിച്ച് കെയർഫുൾ ആയിരിക്കണം. അതിനെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. അത് നമ്മളെ ഉപദ്രവിക്കാതെ, നമ്മളെ കീഴ്പ്പെടുത്താതെ നാം മാറി നിൽക്കണമെന്നേ അവിടെ ഉദ്ദേശിക്കുന്നു. സത്യത്തിൽ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഞാനും വളരെ കാലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൊരു വിഷയമുണ്ട്. അതും ഈയിടെ ഞാൻ മനസ്സിലാക്കി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്ര ശരിയല്ലെന്ന്. അതാണ് മൂന്നാമത്തെ സമീപനം. മൂന്നാമത്തെ സമീപനം എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ കാര്യവിചാരകത്വം എന്ന് പറയുന്നതാണ്. നമ്മൾ സമ്പത്തിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത് ഇത് തെറ്റെന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ ഇത് പൂർണ്ണമായും ശരിയല്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ. സമ്പത്തിൻ്റെ കാര്യവിചാരകത്വം, അതായത് സത്യത്തിൽ ഈ ഒരു ടീച്ചിങ് ആണ് നമ്മുടെ സഭകളിലെല്ലാം സമ്പത്തിനെ കുറിച്ച് എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ലഭിച്ച സമ്പത്തെല്ലാം ദൈവം തന്നതാണ്.
നമ്മൾ നല്ല കാര്യവിചാരകന്മാരായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ധനം കൈകാര്യം ചെയ്യണം. നമ്മൾ ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. ഇത് ദൈവത്തിൻ്റേതാണ് എന്ന ബോധ്യത്തോട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അതുകൊണ്ട് ദൈവത്തിനുള്ളത് മാറ്റിവെച്ച ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാവൂ. അതായത് 10% അഥവാ ദശാംശം എന്തു ചെയ്യണം? ദൈവത്തിന് മാറ്റി വെക്കണം. കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കണം. ദൈവദാസന്മാർക്ക് കൊടുക്കണം. ദൈവവേലയെ സഹായിക്കണം. നാം ഈ സമ്പത്തിൽ ആര് തന്നതാ? ദൈവം തന്നു. ഈ ടീച്ചിങ്ങിൽ സത്യത്തിലൊരു തെറ്റില്ല. പക്ഷേ ഇത് പൂർണ്ണമായും ശരിയല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിന് പല കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ പഠിപ്പിക്കലിൽ വിട്ടുപോകുന്നൊരു കാര്യം, ഈ പണത്തിന് നമ്മുടെ മീതെ ഒരു സ്വാധീന ശക്തി ഉണ്ട് എന്നുള്ള കാര്യം നാം പഠിപ്പിക്കുന്നില്ല. പണത്തെ കാണുന്നത് ഒരു ന്യൂട്രൽ ഓബ്ജക്റ്റായിട്ടാണ്. പണത്തെ കാണുന്നത് ഒരു ന്യൂട്രൽ ഓബ്ജക്റ്റായിട്ട്, അതിന് ഒരു ശക്തിയുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സാധനമാണ് എന്നൊരു ചിന്ത വെച്ചാൽ. പക്ഷേ ദൈവവചനം പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണം, സമ്പത്ത് എന്തല്ല, ഒരു ന്യൂട്രൽ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ന്യൂട്രലായ ഒരു സംഭവമല്ല. അതൊരു പവർഫുൾ, വേണമെങ്കിൽ പറഞ്ഞ ഡീമോണിക് പവറുണ്ട് അതിന് പുറകെ. 1 കിലോ പത്രം, പഴയ പത്രം തൂക്കി കൊടുത്താൽ പൂനെയിൽ 4 രൂപയാണ് കിലോയ്ക്ക്. ഇവിടെ എത്ര രൂപയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 5 രൂപ എന്ന് വെച്ചു. 1 കിലോ പത്രം തൂക്കി വിറ്റാൽ, പേപ്പർ കൊടുത്താൽ എത്ര രൂപ? 4. പക്ഷേ ഇത് ഏകദേശം 5 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളവും വീതിയുമുള്ള ഈ സാധനത്തിന് 50 രൂപ വില. 4 ഇഞ്ച് വീതിയും 5 ഇഞ്ച് നീളവുമുള്ള ഈ കടലാസിന് എന്ത് കിട്ടും? മനസ്സിലായോ? ഇതെന്തല്ല, ഇത് വെറും കടലാസല്ല. ഇതൊരു 1000 രൂപയുടെ നോട്ടാണെങ്കിൽ ഇത്തരം 25 എണ്ണം കൊടുത്താൽ 1 പവൻ സ്വർണം കിട്ടും, 10 ഗ്രാം സ്വർണം കിട്ടും. പക്ഷേ 25,000 രൂപയുടെ നോട്ട് തൂക്കിയാൽ 10 ഗ്രാം വരികയില്ല. ശരിയാണോ? അല്ലേ? ഈ സാധനം ഇതിൻ്റെ മൂല്യത്തെക്കാൾ ഉപരിയായ മൂല്യങ്ങളുള്ള സാധനത്തെ വാങ്ങാനും വിൽക്കാനും ഇതിന് ശക്തിയുണ്ട്. ഇതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ തുല്യം. 50 രൂപ വരത്തില്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ. ഈ റിയൽ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ 50 രൂപ വരത്തില്ല. പാകിസ്ഥാനിൽ ഉണ്ടാക്കിയതാണെങ്കിൽ ഇത്രയും വരത്തില്ല കള്ളനോട്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പക്ഷേ ഈ സാധനം വാങ്ങിക്കുന്ന എന്താ? അല്ലെങ്കിൽ ഒരു 5000 രൂപ വെച്ച പേഴ്സ് മറന്നു വെച്ചു, പോയി ഒരുപാടങ്ങ് പോയി, ഇടുക്കി വരെ പോയി, എന്തോ ചെയ്യും? അത് അന്വേഷിക്കുമില്ലയോ? അന്വേഷിക്കും. കിട്ടുന്നത് വരെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. കിട്ടിയില്ലെങ്കിൽ നാം നമ്മയും അതിന് ഉത്തരവാദിയായ എല്ലാവരെയും എന്ത് ചെയ്യും? ചീത്ത വിളിക്കുകയും ചെയ്യും. പക്ഷെ എന്താ പോയത്? 100 ഗ്രാം കടലാസേ പോയിട്ടുള്ളൂ. 100 ഗ്രാം കടലാസിലേ പോയുള്ളൂ. ഞാൻ പറയും, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? 100 ഗ്രാം കടലാസേ പോയിട്ടുള്ളൂ. പക്ഷേ ഈ പണം എന്തല്ല, ഒരു ന്യൂട്രലല്ല. അതിനൊരു ശക്തിയുണ്ട്. അതിനെ മനുഷ്യനെ ദുഃഖിപ്പിക്കാൻ കഴിയും, മനുഷ്യന് സന്തോഷം നൽകുവാൻ കഴിയും, അത് മനുഷ്യനെ കുറ്റബോധമുള്ളവനാക്കാൻ കഴിയും. ഇത് മനുഷ്യനെ എന്തെല്ലാം ചെയ്യാൻ കഴിയും? മനുഷ്യന് മീതെ ഇതിനൊരു സ്വാധീന ശക്തിയുണ്ട്. ഇതാ കർത്താവ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയാം. ഞാൻ നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല. അതായത് ഒന്നിനെ കളഞ്ഞേ മറ്റതിനെ എടുക്കാൻ പറ്റുമെന്ന്. ഈ പഠിപ്പിക്കലിൽ, ഈ കാര്യവിചാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന അവസരത്തിൽ നമ്മൾ ഈ ഒരു വസ്തുത അങ്ങ് മറക്കുക. പണം എന്ന് പറഞ്ഞാൽ അതിന് വെറും ക്വാണ്ടിറ്റേറ്റീവ്. എനിക്ക് 25,000 ശമ്പളം കിട്ടി, 2,500 രൂപ കർത്താവിന് കൊടുത്തു, ബാക്കി ആരുടേതാ? എൻ്റേത്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന വേറൊരു കാര്യം, അതിനനുബന്ധമായ കാര്യം, ഇതിൻ്റെ ഒരു തെറ്റായ സംതൃപ്തി നൽകും നമുക്ക്. തെറ്റായ സംതൃപ്തി. എന്താ തെറ്റായ സംതൃപ്തി? ഞാൻ നല്ല കാര്യവിചാരകനായിരുന്നു, അതിനാൽ ഞാൻ ദശാംശം എവിടെ കൊണ്ട് കൊടുത്തു? സഭയെ കൊണ്ട് കൊടുത്തു. ഇനി ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ധനം സംബന്ധിച്ചിടത്തോളം, പണത്തെക്കുറിച്ചുള്ള
കാര്യത്തിൽ, സമ്പത്തിനെ കുറിച്ചുള്ള കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ ഭാഗം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒരു തെറ്റായ സംതൃപ്തി എന്ത് ചെയ്യുന്നു? ഈ ടീച്ചിങ് നമുക്ക് നൽകുക. മൂന്നാമത്തെ കാര്യം, ഇത് ഒരു സ്വയനീതീകരണത്തിനുള്ള വഴിയൊരുക്കും. എന്താ ഈ സ്വയനീതീകരണം? ഞാൻ നല്ല കാര്യവിചാരകനായി കർത്താവിന് കൊടുക്കാനുള്ളത് കൊടുത്തു, അല്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്തു, ഇനി ബാക്കിയുള്ളതെല്ലാം എൻ്റേതാ. മനസ്സിലായോ? ഒരു അപകടം അത്. ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, കൃത്യമായിട്ട് ദശാംശം കൊടുത്തു. പിന്നെ കുമ്മനാട് കൺവെൻഷന് പോയ വണ്ടിക്കൂലിയൊക്കെ അതിൽ എഴുതി തള്ളിയിട്ടുണ്ട്, വേറെ കാര്യം. പുസ്തകം മേടിച്ച് എഴുതിയിട്ടുണ്ട് ആ മാസത്തെ ദശാംശത്തിലേ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ. ഞാൻ പറഞ്ഞത് ചിലരൊക്കെ അങ്ങനെ ചെയ്യും. പക്ഷേ ഇനി ബാക്കിയുള്ളത് ആരുടെയാ? എൻ്റേതാ. ഇത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാ. ഈ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പോവാം. നിലം എനിക്കുള്ളത്, ദൈവത്തിന് കർത്താവ് യഹോവ പറയേ, നിലം എനിക്കുള്ളതാ. നിങ്ങൾ എൻ്റെ അടുക്കൽ ആരാ? കുടിയാന്മാരും വന്നു പാർക്കുന്നവരും ആകുന്നു. അതാ സമ്പത്തെന്ന് പറഞ്ഞാൽ. ഇതെല്ലാം ആരുടെയാ സമ്പത്തെല്ലാം? ഞാൻ എൻ്റെ സഭയെ പഠിപ്പിക്കുന്ന കാര്യം, ഞങ്ങൾക്ക് എൻ്റെ സഭയിൽ, കൊച്ചു സഭ, അതുകൊണ്ട് അവിടെ ആളുകൾക്കൊന്നും പറഞ്ഞാൽ മതി, ഈ വലിയ പാരമ്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, എളുപ്പം പഠിക്കും. ഞാൻ പറയുന്നത്, ഇവിടെ ദശാംശത്തിൻ്റെ ഉപദേശമില്ല. ടൈറ്റ്സ് ആൻഡ് ഓഫറിങ്സ് എന്നും പറഞ്ഞ് എൻവലപ്പ് കൊടുക്കും, അത് വേറെ കാര്യം. ഇവിടെ ദശാംശത്തിൻ്റെ ഉപദേശമില്ല. അതിന് കാരണം 10% ദൈവത്തിനും 90% എൻ്റെ എന്നുള്ളതാണ് ദശാംശത്തിൻ്റെ പ്രശ്നം. ഞാൻ പഠിപ്പിക്കുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെതാ. പക്ഷേ ഇതെല്ലാം ഇവിടെ കൊണ്ടുവരണ്ട, എല്ലാം എന്ത് ചെയ്യണ്ട, ഇവിടെ കൊണ്ടുവരണ്ട. പക്ഷേ ഒരു രൂപ അതിലോട്ട് ഇടുന്ന അവസരത്തിൽ മനസ്സിലാക്കണം, ആ രൂപ ഒഴിച്ചുള്ളതും ആരുടെയാണെന്ന്. അത്ര ഞാൻ പറയത്തുള്ളൂ. ഞാൻ പഠിപ്പിക്കുന്ന ദശാംശത്തിൻ്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദശാംശം ഇടണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ബാധ്യതയുണ്ടോ, പരാധീനതയുണ്ടോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ പൈസയില്ലേ, തൽക്കാലം അത് ഉപയോഗിച്ച് അങ്ങ് ചെയ്യുന്നേ. എന്നിട്ട് ദൈവം അനുഗ്രഹിക്കുമ്പോൾ ദശാംശമോ, പിന്നെ ചില മിടുക്കന്മാർ പറയുന്ന പോലെ ശതാംശമോ എന്താണ് ഇവിടെ കൊണ്ടുപോവാ എന്ന് വരെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. കാരണം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഉള്ളതെല്ലാം ആരുടെയാണ്? ദൈവത്തിൻ്റെയാണ്. പിന്നെ ഈ ദശാംശം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്റ്റാൻഡേർഡാണ്. ഇതെങ്കിലും കൊണ്ടുവരണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സത്യത്തിൽ പഴയ നിയമത്തിൽ ദശാംശത്തെക്കുറിച്ച് പറയുന്നു, പുതിയ നിയമത്തിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല. പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നത് സത്യത്തിൽ 30% ദശാംശം എന്ന് പറയുന്നത്. 3 ദശാംശങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. ദശാംശം വർഷത്തിൽ ഒരിക്കലേ കൊടുക്കൊണ്ടു. 2 ദശാംശം, 1 ദശാംശം 3 വർഷത്തിൽ ഒരിക്കലേ കൊടുക്കൊണ്ടു. ഞാൻ ആ വിഷയത്തിലൂടെ കയറുന്നില്ല, ടൈത്തിനെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിപ്പിക്കാം. പക്ഷേ വചനത്തിൽ, പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നത് സകലത്തിൻ്റെ ഉടമസ്ഥത ആർക്കാ? ദൈവത്തിന്. കൊടുക്കുന്നത് നന്ദി സൂചകമായിട്ടാണ്, അല്ലാണ്ട് ദൈവത്തെ പോറ്റാനല്ല. അത് എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സങ്കീർത്തനത്തിൽ. എനിക്കെന്ത് വേണ്ട? വിശന്നാൽ കൊണ്ടുവരണ്ട. നീ സഭയുടെ കൺവെൻഷൻ നടത്താൻ കാശ് കൊടുക്കണ്ടെന്ന്. അതാര് നടത്തിക്കോളും? ദൈവം നടത്തിക്കോളും. പക്ഷേ നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിൻ്റേത് എന്താണെന്ന് തീരുമാനിക്കുക. അത് ചിന്തിക്കുന്ന അവസ്ഥ പറയാം, എല്ലാം ദൈവത്തിൻ്റെതാണ്. ഈ കാര്യവിചാരത്തിൻ്റെ പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫോൾസ് റൈറ്റ്യസ്നെസ് തോന്നാം. ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ചെയ്തു, ബാക്കിയെല്ലാം എൻ്റേതാണ്. പിന്നെ ഇത് പലപ്പോഴും അന്യായമായ മാർഗങ്ങളുടെ കാശ് ഉണ്ടാക്കുന്നതിനെയും എന്തു ചെയ്യും? ന്യായീകരിക്കും. എങ്ങനെയായാലും കർത്താവിന് കൊടുക്കണമെന്ന് കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് നാം എങ്ങനെ പണം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം പലപ്പോഴും എന്ത് ചെയ്യാറില്ല, നാം ഓർക്കാറില്ല. ഇനി ഇത്രയും പറഞ്ഞ ശേഷം ഇതിൻ്റെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ, ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, അവർ 6000 രൂപ ദശാംശം കൊടുക്കുന്നു. പെട്ടെന്ന് ഈ ദശാംശം 10000 ആയി. അവരെ ശമ്പളം കൂടിയിട്ടുമില്ല. അപ്പോൾ ചോദിക്കാൻ പറയും, എന്താ നിങ്ങൾ പെട്ടെന്ന് 6000 രൂപയായിരുന്നു ദശാംശം ഈ സഭയിൽ ദശാംശം തന്നുകൊണ്ടിരുന്നത്, പെട്ടെന്ന് 10 ആക്കി. പക്ഷെ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഈ 10 കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ ശമ്പളം വേണ്ടേ? കിട്ടിയിട്ടുമില്ല. ഇതെന്താ അങ്ങനെ ചെയ്യുന്നേ എന്ന് ചോദിച്ചപ്പോൾ ചിലരെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഈ ടെലിവിഷൻ ഒത്തിരി കണ്ടാത്ത കുഴപ്പമായത്. ഏത് ടെലിവിഷൻ? ഈ ക്രിസ്ത്യൻ ചാനൽ ചിലത് കണ്ടാലത് അതിന് ഈ ഒത്തിരി പച്ചവെള്ളം ഒരുപാട് കുടിച്ചാൽ തലയ്ക്കൊരു കനം കയറത്തില്ലേ? നല്ലതാണ് പച്ചവെള്ളം, പക്ഷെ ഒരുപാട് കുടിച്ചാൽ ഒരു കിറുക്കം പോലെ തോന്നും, ഒരു കിറുക്ക് പോകും നമുക്ക്. ഇതുപോലെ ഒത്തിരി ഇത്തരം ഈ ചീഞ്ഞ ചൂഷണം കേട്ടാലൊരു കോഴിക്കൊക്കെ തലയ്ക്ക് കറങ്ങുന്ന പോലെ കറക്കം ഉണ്ടാവും. അതുപോലത്തെ കറക്കമായത്. അപ്പോൾ എവിടെയോ കേട്ടതാണ്, ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ വിഭാവന ചെയ്ത്, അത് നിങ്ങൾ സ്വപ്നം കണ്ട് അതനുസരിച്ച് ഇപ്പോൾ പ്രവർത്തിക്കണം. അപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം വേണം. അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു?
അത് മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസത്താൽ ഞാൻ കിട്ടാൻ പോകുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്നതായ അത്ഭുതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടാനിരിക്കുന്ന 1,00,000 ദശാംശം ഇപ്പോഴേ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 6 മാസം കൊടുത്തു കഴിയുമ്പോൾ അത് കിട്ടുമെന്ന വിശ്വാസം. അത് എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം എന്നതിൻ്റെ അർത്ഥം. ദശാംശമല്ല അത്. എന്താ അത്? അത്തരം ഒരു കാര്യവിചാരത്വത്തിൻ്റെ പഠിപ്പിക്കലുമുണ്ട്. ഈ 3 വശങ്ങളെ കുറിച്ച് ഞാൻ അല്പം സംസാരിച്ചു. എന്താണ് ദൈവവചനം പറയുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യൻ സമ്പന്നനാകുന്നത്? നാം ഇന്നലെ കണ്ടു. അനുസരണത്തിലൂടെ, പിന്നെ വിട്ടൊഴിയുന്നതിലൂടെ, പിന്നെ ത്യാഗം സഹിക്കുന്നതിലൂടെ, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിലൂടെ ഇവിടെ തന്നെ നമുക്കെന്ത് ലഭിക്കും? നമ്മുടെ ആത്മരക്ഷയും നമ്മുടെ ഭൗതികമായ നന്മകളും ആവശ്യമുള്ളത് ദൈവം തരും. ലോട്ടറി എടുക്കുന്നത് ശരിയോ തെറ്റോ? പെന്തക്കോസ്ത് വിശ്വാസികൾ അല്ലെങ്കിൽ കർത്താവ് രക്ഷിക്കപ്പെട്ടവർ, എല്ലാവരും കൂടെ കേൾക്കട്ടെ, രക്ഷിക്കപ്പെട്ടവർ ലോട്ടറി കേരള ഭാഗ്യക്കുറി എടുക്കുന്നത് തെറ്റോ ശരിയോ? തെറ്റോ? ആരാ തെറ്റെന്ന് പറഞ്ഞേ? തെറ്റാണോ? എത്ര പേര് നിങ്ങൾ ആത്മാർത്ഥം കൈ ഉയർത്താമോ? എത്ര പേര് തെറ്റാണെന്ന് വിശ്വസിക്കുന്നു? ബുദ്ധിമുട്ട കാര്യമാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടത് തെറ്റാകുന്നേ? ശരിയാണെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ കൈ ഉയർത്താത്തവരും ഞാൻ പറയും ശരിയാണെന്ന് അതിലെന്തോ ഒരു തെറ്റുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ കൈ ഉയർത്താത്തവരും. എന്നാൽ ഞാൻ എൻ്റെ വിശ്വാസം, ഈ സഭയെക്കുറിച്ചുള്ള എൻ്റെ ധാരണ വെച്ചാൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് ലോട്ടറി തെറ്റാകുന്നത്? ദ്രവ്യാഗ്രഹമെന്ന്, അത്യാഗ്രഹം. ലോട്ടറി അത്യാഗ്രഹമാണ് അല്ലേ? അതാണ് തെറ്റാവുന്നേ? അതുകൊണ്ടാണോ തെറ്റാകുന്നേ? വേറെ എന്തെങ്കിലും മറുപടി ഉണ്ടോ? അധ്വാനിക്കാതെ കിട്ടുന്നുണ്ടോ അത് കുഴപ്പം? ഇടാത്ത മുട്ട പൊരിച്ച് കഴിക്കുന്ന പോലെന്ന്. എനിക്ക് മനസ്സിലായി. ഇൻസ്റ്റൻറ്റ് വെൽത്ത്, പെട്ടെന്ന് പണം ഉണ്ടാക്കണം അല്ലേ? ദൈവവചനം പറയുന്നത് ഒരു മനുഷ്യൻ സമ്പന്നനാകുന്നത് തൻ്റെ അധ്വാനത്തിലൂടെ ആയിരിക്കണം. ദൈവവചനം പറയുന്നത് ഒരു മനുഷ്യൻ സമ്പന്നനാകുന്നത് ഏതിലൂടെ ആയിരിക്കണം? അധ്വാനത്തിലൂടെ ആയിരിക്കണം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന പല കാര്യങ്ങൾ മനസ്സിലാക്കും. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഈ പുതുജീവനെക്കുറിച്ച് പറയുകയാണ്. അതായത് നിങ്ങൾ പുറമേയുള്ള മനുഷ്യനെ ഉരിഞ്ഞു കളവിൻ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ രൂപാന്തരപ്പെടണം. പുട്ട് ഓഫ് ദ ഓൾഡ് നേച്ചർ, പഴയ ഭാവത്തെ കളയണം, പുതിയ ഭാവം ധരിക്കണം. എന്താണ് പഴയ ഭാവം, എന്താണ് പുതിയ ഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ഇത് ഇങ്ങനൊരു മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോൾ എഫെസ്യ ലേഖനം 4:28 എഫെസ്യ സഭയ്ക്ക് എഴുതുകയാണ്. ഇത് പുറത്തുള്ളവർക്ക് വായിക്കാനല്ല ഇത് എഴുതിയത്. ഈ എഫെസ്യ ലേഖനം എഴുതിയത് ആർക്ക് വേണ്ടിയല്ല? പുറത്തുള്ളവർക്ക് വേണ്ടിയല്ല, പാർട്ടി ഓഫീസിൽ ഒട്ടിക്കാനും അല്ല. പിന്നെ എന്താ, ആർക്കാ? എഫെസ്യ സഭയിലെ മൂപ്പന്മാർക്കും വിശുദ്ധന്മാർക്കും എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, കള്ളൻ ഇനി കക്കാതെ. എവിടെ കള്ളൻ? ഇത് വളരെ വിഷമമുള്ള കാര്യമാണ്. സഭയെ കള്ളന്മാരുണ്ടോ? അതായത് മോഷണം തൊഴിലായി സ്വീകരിച്ചവരുണ്ടോ? അറിഞ്ഞുകൂടാ, ഉണ്ടായിരിക്കാം, ഉണ്ടെന്ന് പറയാൻ എനിക്ക് ഉറപ്പില്ല. പക്ഷേ പൗലോസ് ഇത് ഒരു ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചതായിരിക്കാം. കള്ളനെന്ന് പറയുന്നത് സ്വയമായിട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അധ്വാനിക്കാതെ മറ്റുള്ളവരുടെ അധ്വാന ബലത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ കുറിച്ചായിരിക്കാം കള്ളനെന്ന് പറഞ്ഞത്. അല്ലാതെ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 12 മണി സഭായോഗവും രാത്രി 12 മുതൽ പുലർച്ചെ 2 മണി വരെയൊക്കെ മോഷണമാക്കിയ ആളുകളെ കുറിച്ചായിരിക്കത്തില്ല ഇത്. ഇതൊരു ആലങ്കാരിക ഭാഷയായിരിക്കാം. സ്വന്തം അധ്വാനിക്കുക, അതായത് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുന്ന ആവശ്യം കുറേ വ്യക്തമാണ്. അവരെന്ത് ചെയ്യണം? കൈകൊണ്ട് എന്ത് ചെയ്യണം? നല്ലതുപോലെ എന്ത് ചെയ്യണം? അധ്വാനിക്കണം. എന്തിനാ അധ്വാനിക്കേണ്ടത്? മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കണം. എന്ന് വെച്ചാൽ അധ്വാനിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാനല്ല. അതായത് താൻ അധ്വാനിച്ച ശേഷം തനിക്ക് വേണ്ടത്ര അതിൽ സമൃദ്ധിയായി ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാനും കൂടെ വേണ്ട വിധത്തിൽ എന്ത് ചെയ്യണം? അധ്വാനിക്കണം. സ്വന്തം വീട്ടിലേക്കുള്ള അരിയും മണ്ണെണ്ണയും വാങ്ങുന്ന കാശ് മാത്രമല്ല അധ്വാനിക്കേണ്ടത്. തൻ്റെ പ്രയത്നം കൊണ്ട് മറ്റുള്ളവരെ, വിധവമാരെ, ദരിദ്രന്മാരെ, അനാഥന്മാരെ, അവർ ദരിദ്രരായത് അധ്വാനിക്കാഞ്ഞിട്ടല്ല. ഒരുപക്ഷെ അവർ ദരിദ്രരായി അധ്വാനിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം.
അധ്വാനിക്കാനുള്ള പ്രായം ഒരു അനാഥനായി കാണുകയില്ല. ഒരു വികലാംഗന് ജോലി കിട്ടുകയില്ല. അങ്ങനെ മുട്ടുള്ളവൻ, ഒരു വിധവയ്ക്ക് സാധിക്കുകയില്ല. അവർക്കും കൂടെ കൊടുക്കത്തക്ക വിധത്തിൽ എന്തു ചെയ്യണം? അധ്വാനിക്കണം. ദൈവസഭയിൽ പ്രത്യേകിച്ച് പ്യൂരിറ്റൻ റിവൈവൽസിലൊക്കെ എന്നും ഊന്നി പറഞ്ഞൊരു കാര്യമാണ് ഇൻഡസ്ട്രി. വ്യവസായം നടത്തത്തില്ല, ഉത്സാഹം, പ്രവർത്തനോന്മുഖത, മടി പിടിക്കാതെയുള്ള അധ്വാനം, കഠിന അധ്വാനത്തിലൂടെ എന്തു ചെയ്യണം? നമ്മുടെ ജീവനത്തിനുള്ള വഴി കണ്ടെത്തണം. മാത്രമല്ല മുട്ടുള്ളവരെ സഹായിക്കുകയും വേണം. അപ്പോൾ ദൈവം നമ്മെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായി ദൈവം നമ്മെ അനുഗ്രഹിക്കുക. അതുകൊണ്ട് സദൃശവാക്യം വായിച്ചു കഴിഞ്ഞാൽ മടിയ മടിയ മടിയ, വേറൊന്നുണ്ട് മൂഢ മൂഢ മൂഢ. മൂഢൻ എന്ന് പറയുന്നത് ദൈവത്തെ നിന്ദിക്കുന്നവനാണ്. മടിയൻ എന്ന് പറഞ്ഞാൽ സ്വയം നിന്ദിക്കുന്നവനാണ്, തന്നെ നിന്ദിക്കുക. എങ്ങനെ? വെറുതെ വീട്ടിലിരിക്കുക. മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ പോയി ബുദ്ധി പഠിക്കുക എന്നാ പറയുന്നത്. മടി, അലസത ദൈവദിനം അനുവദിക്കുന്നില്ല. അലസത ദൈവദിനം പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ സമ്മതിക്കാത്തൊരു കാര്യമാണ്. എന്ത്? അലസത. ഇവിടെ പറയുകയാണ്, തെസ്സലോനിക്ക ലേഖനത്തിൽ കുറച്ചുകൂടെ കർശനമായിട്ട് പൗലോസ് പറയുക. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, വേല ചെയ്യാൻ മടിയുള്ളവൻ എന്തു ചെയ്യരുത്? അതൊരു പണിയല്ലേ? പണിയെടുക്കാൻ വയ്യാത്തവൻ എന്ത് വേണ്ട? തിന്നുകയും വേണ്ട. അതത്ര കർശനമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അധ്വാനിക്കാത്തവൻ എന്ത് ചെയ്യരുത്? തിന്നുകയും വരും. ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞായിരിക്കാം, സാധ്യതയുണ്ട്. അതായത് കർത്താവ് ഇപ്പോൾ വരും, കർത്താവ് ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് പണിയൊന്നും എടുക്കാതെ ഇങ്ങനെ ഈ കാത്തിരിക്കുക. അവരോട് പറയുകയാണ്, വേല ചെയ്യാത്തവൻ എന്ത് ചെയ്യരുത്? തിന്നുകയും ചെയ്യരുത്. അതിൽ ഏറ്റവും പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൗലോസിൻ്റെ ലെസൺ 1 ആയിരുന്നു. ഇത് ലേഖനം എഴുതുക. പൗലോസ് പറയുന്നത്, ഇത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട്? ആജ്ഞാപിച്ചിട്ടുണ്ട്. പൗലോസ് അവിടെ ചെന്ന് യേശു ക്രിസ്തു, നസ്രായനായ യേശു ദൈവപുത്രനാണെന്നും അവൻ മരിച്ചവരിൽ നിന്ന്, അവൻ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചവരിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നു എന്നുള്ള സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിലെ 17-18 അവിടെ പല ജാതികൾ, യവനന്മാർ പലരും, മാന്യ സ്ത്രീകളിൽ പലരും, യഹൂദന്മാരിൽ ഒരുപാട് പേരും എന്ത് ചെയ്തു? കർത്താവിലേക്ക് വന്നപ്പോൾ എന്താ പൗലോസ് പഠിപ്പിച്ച പല കാര്യങ്ങളും ഒരു കാര്യം ഇതായിരുന്നു. എന്താ? പണിയെടുക്കാത്തവൻ കഴിക്കരുത്. അതെന്നാ പഠിപ്പിച്ചേ? രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസത്തെ പഠിപ്പീരത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ കൂട്ടായ്മയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന, കാരണം പൗലോസിന് അധികാരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. 3 ശബത്ത് മാത്രമേ തെസ്സലോനിക്കയിൽ പ്രസംഗിക്കാൻ സമയം കിട്ടിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പൗലോസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവരോട് രക്ഷയുടെ സുവിശേഷം മാത്രമല്ല പ്രസംഗിച്ചേ, പുതുജീവനെക്കുറിച്ച് മാത്രമല്ല പ്രസംഗിച്ചേ, അലസ ഇല്ലാതെ അധ്വാനിക്കണമെന്നും പഠിപ്പിച്ചിട്ട് പൗലോസ് എന്ത് ചെയ്ത്? രാമാനം ഓടിയത്. അങ്ങനെയല്ലേ സംഭവം? രാമാനം ഓടേണ്ടി വന്നു അന്ന് തെസ്സലോനിക്കയിലുണ്ടായ പ്രതികൂലങ്ങൾ നിമിത്തം. യാസോൻ്റെ വീട് വളയുകയൊക്കെ ചെയ്തു അവർ. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ക്രിസ്തീയ ഉപദേശത്തിൻ്റെ ഏറ്റവും അവിഭാജ്യമായ പല ഘടകങ്ങളിൽ ഒന്നാണ് അധ്വാനം എന്ന് പറഞ്ഞാൽ. അത്ഭുതം രണ്ടാമതാണ്. എനിക്ക് ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, പക്ഷെ അത് അധ്വാനത്തിന് ബദലാകരുത്. അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പലപ്പോഴും എപ്പോഴും അല്ല, ദൈവത്തെ പരീക്ഷിക്കല. അതേ സമയത്ത് നമ്മുടെ കൈകളുടെ അധ്വാന ബലത്തെ അനുഗ്രഹിക്കാനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്തല്ല? തെറ്റല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദൈവദിനം നാം മൊത്തത്തിൽ എടുത്താൽ ദൈവദിനം പറയുന്നത് എന്താ? നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ പ്രയത്നിക്കണം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാന ബലത്തെ എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. ഈ അധ്വാന ഫലത്താൽ നാം സമ്പന്നരാകുമ്പോൾ വേറൊരു കാര്യം കൂടെ സാധിക്കുന്നുണ്ട്. എന്നറിയാമോ? ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൽ
അവിടെ ആദ്യഫലത്തിൻ്റെ ഇത് പറയുന്ന അവസരത്തിൽ ആദ്യഫലം അവർ കൊണ്ടുവന്ന് വെക്കുന്ന അവസരത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എൻ്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു എന്നെല്ലാം പറഞ്ഞ് വരികയാണ്. അവസാനം പറയുകയാണ്, യഹോവ ഞങ്ങൾക്ക് നന്ന നിലത്ത് നിന്ന് ലഭിച്ചത് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാരുടെ നിലത്തിലെ വസ്തുവാണ്? ദൈവത്തിൻ്റെ, യഹോവയുടെ. ഇതാരാ ഈ ഫലം ഉണ്ടാക്കിയത്? ദൈവത്തിൻ്റെ. ഇതിൽ ഒരുപാട് ഭാഗം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടുണ്ടായത് ഞാനിത് ദൈവസന്നിധി കൊണ്ടുവരിക. എന്തിനാണ് കൊണ്ടുവരുന്നത്? ഈ കാര്യങ്ങളൊക്കെ ഓർക്കാൻ. കാരണം ഈ നിലം എൻ്റേതല്ല, ഈ അധ്വാനം കൊണ്ടല്ല ഇതുണ്ടായത്. ഇതിൻ്റെ മീതെ മഴ അയച്ചതും മഞ്ഞ അയച്ചതും വേണ്ടപ്പോൾ വെയിൽ അയച്ചതും ഇത് വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരുന്നതും വെയിൽ കൊണ്ട് കരിയാതിരുന്നതും ഇതിൽ ഫലമുണ്ടാകാനും ആരാ ഇതിൻ്റെ പുറകിൽ? ദൈവമാണ് എന്ന കാര്യം ദൈവസന്നിധി പറയാനാണ് ആദ്യഫലത്തിൻ്റെ കാഴ്ച. പ്രൈസ് ഗോഡ്. ഇത് ക്രൈസ്തവ മനോഭാവം എന്ന് പറഞ്ഞാൽ നാം അധ്വാനിക്കുന്നു. പക്ഷേ അധ്വാനിച്ച് നാം എന്തെങ്കിലും നേടുന്ന അവസരത്തിൽ നമ്മൾ എന്തല്ല അതിനെ കാണുന്നത്? ഈ അധ്വാനിച്ച് കൊണ്ടുവരുന്ന നമ്മുടെ അധ്വാന ഫലമായിട്ടല്ല കാണുന്നത്. പിന്നെ എന്തായിട്ടാ കാണുന്നത്? ദൈവം നമുക്ക് നൽകിയ പ്രതിഫലമായിട്ടാണ് നാം എന്ത് ചെയ്യുന്നത്? ഇതിനെ കാണുന്നത്. ഇവിടെ ആ കാഴ്ചപ്പാടിൻ്റെ മാറ്റമെന്ന് ഞാൻ പറഞ്ഞു. മാനസാന്തരം എന്ന് പറഞ്ഞാൽ there are 3 conversions that are necessary of the heart, of the mind. മനസ്സിൻ്റെ, പിന്നെ പേഴ്സിൻ്റെ. ഹൃദയത്തിൽ ഈ മാറ്റം വന്നു കഴിയുമ്പോൾ മനസ്സും മാറും. മനസ്സ് അന്നേരം എന്ത് ചെയ്യുന്നേ? എൻ്റെ അധ്വാന ഫലം കൊണ്ടല്ല ഞാനിത് സാധിച്ചത്, എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാനിത് നേടിയത്, ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. പക്ഷേ അതിനെന്ത് ചെയ്യണം? അധ്വാനിക്കണം. അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്ന്, അനുഗ്രഹം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ് ഒരു ബാലൻസ്ഡ് തിങ്കിങ്. മിറക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മിറക്കളും അല്ല, അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ. കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് പ്രാർത്ഥിച്ച ദിവ്യൻ്റെ. മനസ്സിലായോ? മഹത്വം ആർക്ക്? ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച ദിവ്യന് പോകും. കിട്ടിയതോ ദൈവത്തിന് അത്ഭുതം. ഞാനൊരിക്കൽ ഒരു കത്തോലിക്ക സഹോദരനല്ല, അദ്ദേഹം ഒരു നല്ല സുഹൃത്താണ്, ഒരു ബാങ്ക് മാനേജറാണ്. ചെറിയൊരു ബാങ്കിൻ്റെ മാനേജർ ആയതുകൊണ്ട് എനിക്ക് അവിടെ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് അവിടെ പോകുമ്പോഴെല്ലാം പിടിച്ചിട്ട് വർത്തമാനം പറയും. കാരണം പ്രത്യേകിച്ച് കസ്റ്റമേഴ്സൊന്നും വരാറില്ല, പുതിയ ബ്രാഞ്ചാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ അവസരത്തിൽ, അപ്പോൾ ഞാനൊരു പെന്തക്കോസ്ത് പാസ്റ്ററാണെന്ന് എന്നെ അറിയാം, പക്ഷേ അദ്ദേഹം ഒരു കത്തോലിക്കനായതുകൊണ്ട് എന്നെ ഫാദർ എന്നാണ് വിളിക്കുന്നത്. തോമസ് സാറിൻ്റെ കഥ പറഞ്ഞു. ഞാനിങ്ങനെ അല്പമൊക്കെ ഇങ്ങനെ സുവിശേഷമൊക്കെ ഇങ്ങനെ കയറ്റി വിടുന്ന അവസരത്തിൽ തോമസ് സാർ പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്കത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ പറ്റി? പുള്ളി പറഞ്ഞു, എൻ്റെ ഭാര്യ, എൻ്റെ അളിയന്മാർ, അവർ കടം വന്നങ്ങ് മുടിഞ്ഞു. ബിസിനസ്സുകാരായിരുന്നു. കടം വന്നങ്ങ് നശിച്ചു. ഒരു ഗതിയില്ലാതായി. എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. അപ്പോഴാണ് അവർ ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ പോയത്. അവിടെ പോയിരുന്ന് ധ്യാനത്തിനിരുന്നു, പ്രാർത്ഥിച്ചു. ഇങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ എന്തുണ്ടായെന്നറിയാമോ? പെട്ടെന്ന് ഇവർക്കൊരു സ്ഥലമുണ്ടായിരുന്നു, ഒരു ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്നു. അത് ഇവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ 6 ഇരട്ടി വിലയ്ക്ക് ആരോ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അത്ഭുതം. ഈ അത്ഭുതം നടന്നതോടുകൂടെ ഇവർക്കങ്ങ് ഇതിൽ ഭയങ്കര വിശ്വാസമായി. ഇവരെ കടമെല്ലാം കൊടുത്തു തീർത്തു. കുറേ പൈസ ബാങ്കിൽ ഇടാനും കിട്ടി. ഒരു ചെറിയ വീടൊക്കെ വാങ്ങിക്കാനുമുള്ള സൗകര്യമൊക്കെ ഉണ്ടായി. സമ്പൽ സമൃദ്ധിയായി പെട്ടെന്ന് അത്ഭുതം കൊണ്ട്. അപ്പം ചോദിച്ചു, അതിനെന്നാ കുഴപ്പം? അപ്പം ഞാൻ അന്നേരം പറഞ്ഞു, കണ്ടോ, ജീവിക്കുന്ന ദൈവം ഉണ്ടെന്ന് മനസ്സിലായോ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉണ്ടെന്ന് മനസ്സിലായോ? എന്നൊക്കെ ഞാൻ തോമസ് സാറിനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക സ്നേഹത്തിൽ. അപ്പോൾ സാറ് പറയുന്നത്, പുള്ളിക്ക് വിശ്വാസമല്ലേ, പുള്ളി പറയുന്നത്, ഫാദർ അതല്ല കുഴപ്പം, ഇതല്ല കുഴപ്പം. ഞാൻ പിന്നെ എന്താ കുഴപ്പം? ഇവന്മാരിപ്പോൾ വെറുതെ വീട്ടിലിരിക്കുക, എപ്പോഴും പ്രാർത്ഥനയും ഉപവാസവും മാത്രമേ ഉള്ളൂ, ബിസിനസ്സും ഇല്ല, ജോലിയില്ല, ഈ കാശ് ബാങ്കിലിട്ട് വെറുതെ വീട്ടിലിരിക്കുമെന്ന്. എനിക്കൊന്നും പറയാനില്ല. അതോടുകൂടെ എൻ്റെ സുവിശേഷം തീർന്നു. ഞാൻ സെമിനാരി പഠിച്ചതെല്ലാം തീർന്നു. നീ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അത്ഭുതങ്ങൾ അലസന്മാരെ സൃഷ്ടിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് സംഭവിക്കണമെങ്കിൽ അധ്വാനം കൊണ്ട്, ആ അധ്വാനത്തിന് മീതിയുള്ള ദൈവപ്രസാദം കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ദൈവാനുഗ്രഹങ്ങളെ നേടിയിരിക്കണം. കർത്താവ്, എൻ്റെ കയ്യിൽ ഇത്ര രൂപയേ ഉള്ളൂ, എന്നെക്കൊണ്ട് ഇത്രയേ പറ്റൂ, പക്ഷെ ഞാനിത് ചെയ്യുക. പക്ഷെ നീ എന്ത് ചെയ്യണം? ഇതിനെ അനുഗ്രഹിക്കണം.
ഞാൻ രാത്രി ഇച്ചിരി അല്പനേരം കട തുറന്നിരിക്കാൻ തയ്യാറാണ്, പക്ഷെ നീ 2 കസ്റ്റമേഴ്സിനെ വിടുവോ? എങ്കിലും ഞാൻ തുറന്നിരിക്കാം എന്നും പറഞ്ഞ് വിശ്വാസത്താൽ കട തുറന്നിരിക്കുക. 2 മണിക്കൂർ ഉറക്കം കൊടുത്ത് ഉളക്കി. എന്തിനു വേണ്ടിയാ? ദൈവമേ അനുഗ്രഹിക്കണമേ, ഞാൻ പണിയെടുക്കാൻ തയ്യാറാണ്. ഞാൻ റിട്ടയർഡ് ചെയ്ത ആൾക്കാരെ കുറിച്ചല്ല പറഞ്ഞു. നിങ്ങളെല്ലാം ഇഷ്ടംപോലെ കഷ്ടപ്പെട്ടിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്, എനിക്കറിയാം. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. റിട്ടയർ ചെയ്യാതെ പണിയെടുക്കാൻ കഴിവും അതിനുള്ള ശേഷിയും ഉണ്ടായിട്ട് പോലും ഞാൻ തുറന്നു പറയാം, ആരും എന്നോട് പണങ്ങല്ലേ. ഒരുപാട് പേര് ബൈബിൾ സ്കൂളിൽ പോവാം. എന്തിനാ? ഇത് നല്ലൊരു സൂത്രമാണ്. ജോബ് സെക്യൂരിറ്റി, ഏത് ജോലി, എഞ്ചിനീയർ വരെ പഠിച്ചാൽ പോലും തൊഴിൽ സാധ്യതകൾ കുറവാണ്. ഒരു പരിധി കഴിയുമ്പോൾ അവർ പിരിച്ചു വിടുകയും ചെയ്യും. ഒരിക്കലും പിരിച്ചുവിടാത്തൊരു ജോലിയാണ് ഈ സുവിശേഷ വേല. ഇതിനുള്ളിൽ കയറി പറ്റിയാൽ എളുപ്പമാണ്. റിട്ടയർമെൻറ്റ് ഏജ് ഇല്ലല്ലോ ഞങ്ങൾക്ക് ആർക്കും. ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു നല്ല ശതമാനം ഇങ്ങനെ ഇറങ്ങുക. എന്നിട്ട് എന്താ പരിപാടി? എല്ലാ വീട്ടിലും കയറി ഇറങ്ങും. ഒരിക്കൽ എൻ്റെ വീട്ടിൽ എന്നും സ്ഥിരമായിട്ടൊരു ദേവദാസം വരും. ഓടി വരും, പ്രാർത്ഥിക്കും, വീടുകളെല്ലാം കയറും. പെന്തക്കോസുകാരനൊന്നുമല്ല, ഏതോ എനിക്കറിയത്തില്ല ആരാണ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പുള്ളി അടുത്ത വീട്ടിൽ കയറും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഒരു ദിവസം അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കൈമടക്ക് കൊടുത്തു. കൂട്ടത്തിൽ ഞാൻ ഒരു കെട്ട് ട്രാക്ട് എടുത്ത് കൊടുത്തു. വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് അത്രയൊന്നും പക്വതയില്ലാത്ത കാലമായിരുന്നു എനിക്ക്. ഇത് പക്വതയാണ് അപക്വതയാണെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഞാൻ ഒരു ട്രാക്ട് എടുത്ത് കൊടുത്ത് പറഞ്ഞു, ദേവദാസം പോകുന്ന എല്ലാ വീട്ടിലും പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഒരെണ്ണം കൊടുക്കണം. അതിനുശേഷം ആ ദേവദാസൻ എൻ്റെ വീട്ടിൽ കയറിയിട്ടില്ല. ഞാൻ ലിറ്ററലി പറയും, ഞാൻ എക്സാജറേറ്റ് ചെയ്യില്ല. അതിനുശേഷം ഈ ദേവദാസൻ എൻ്റെ വീട്ടിൽ കയറിയിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലുള്ള അനുഗ്രഹം എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു ട്രാക്ട് ഒന്ന് കൊടുക്കാനുള്ള അധ്വാനം ചെയ്താമെന്നേ പറഞ്ഞുള്ളൂ. അതിനും തയ്യാറില്ലെന്ന്. ഇതിൻ്റെ സത്യം അത്രയേ ഉള്ളൂ. അതിന് ഞാൻ എന്തല്ല, ഇത് ചുമ്മിക്കൊണ്ട് നടക്കാമെന്ന് എനിക്ക് വയ്യെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അധ്വാനിക്കാത്തവൻ എന്ത് ചെയ്യരുത്? തിന്നുകയും അരുത്. ദൈവത്തിന് അതാ പഠിപ്പിക്കുന്നേ. പ്യൂരിറ്റൻസ്, ബ്രിട്ടീഷ് പ്യൂരിറ്റൻസ് പഠിപ്പിച്ച എന്താ? അവരെല്ലാം പഠിപ്പിച്ചെന്താണെന്നറിയോ? അധ്വാനിക്കണം, കൃഷി ചെയ്യണം. കൃഷിബലതയെ ദൈവം അനുഗ്രഹിക്കും. നമ്മൾ വ്യവസായങ്ങൾ തുടങ്ങണം, ജോലി സാധ്യതകൾ ഉണ്ടാക്കണം. അതിലൂടെ നാം കർത്താവിനെ സേവിക്കണം. അഗസ്റ്റീനിയൻ മോങ്സ് അവർ പ്രസംഗിച്ചുകൊണ്ട്, സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്, അവർ അറിഞ്ഞ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഈ ലോകമെല്ലാം, യൂറോപ്പിലെല്ലാം സഞ്ചരിച്ചു. പോകുന്ന പട്ടണങ്ങളിലെല്ലാം ആദ്യം നോക്കുന്നത് ഒരു തൊഴിലാണ്, ഒരു ജോലി. ആ ജോലി ഒരു പക്ഷേ സിറ്റി വൃത്തിയാക്കുന്നതായിരിക്കാം. അത് വൃത്തിയാക്കിക്കൊണ്ട് അതിലെ പോകുന്നവരെല്ലാം സുവിശേഷം പറയും. എന്നിട്ട് വൈകിട്ട് പള്ളികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കും. അപ്പോഴാളുകളെല്ലാം പണി കഴിഞ്ഞ് വരുന്നേ. പണി മുടക്കുകയല്ല. ഞാൻ ദേവദാസന്മാരെ കുറിച്ച് ഇങ്ങനെ തമാശ പറയാറുണ്ട്. എല്ലാ ദേവദാസന്മാരെ കുറിച്ചല്ല കേട്ടോ, വെറുതെ നടക്കുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഒരു ചെറിയൊരു ശതമാനം, ഒരു 0.5% നമ്മുടെ ഗോളത്തിലുണ്ട്. 0.5% ഉണ്ട്. അവരെക്കുറിച്ച് മാത്രം. പാസ്റ്റേഴ്സ് ആർ ദോസ് ഹു സ്ലീപ്പ് 6 days of the week, get up on the 7th day to disturb the sleep of others. മലയാളത്തിലും പറയാം. ആഴ്ചയിൽ 6 ദിവസം കിടന്ന് ഉറങ്ങും. 7-ാം ദിവസം എഴുന്നേറ്റ് വന്നിട്ട് മറ്റുള്ളവർ ഉറക്കം കെടുത്തുന്നവരാണ് ആരെ? പാസ്റ്റർമാരെന്ന്. നമ്മൾ ഈ സഭായത്തിൽ ഒന്ന് ഉറങ്ങാനാ, അന്നേരം നമ്മൾ ഉറക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഇവർ 6 ദിവസം കിടന്ന് ഉറങ്ങുക. ഞാൻ പറഞ്ഞത്, അനുഗ്രഹങ്ങൾ വരുന്ന വഴി ദൈവം പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അധ്വാനത്തിലൂടെ, ദൈവത്തിലുള്ളതായ ആശ്രയത്തിലൂടെ. അധ്വാനം മാത്രമല്ല, അതായത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള അധ്വാനത്തിലൂടെ. നഗരം പണിയുവാൻ കാക്കുന്നവൻ യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാക്കുന്നവൻ വൃഥാ ജാഗരിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ എന്ത് ചെയ്യുന്നു? വൃഥാ അധ്വാനിക്കുന്നു. ഞാൻ ഇവിടെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അധ്വാനിക്കാൻ ഉള്ളത് ഒരു വരമാണ്. ജീവിതം അനുഭവിക്കാൻ പാസ്റ്റർ വി എ വർഗീസ് ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു കാണും. അധ്വാനിക്കാൻ ദൈവം തരുന്നത് എന്താണ്? അതൊരു ദൈവിക അനുഗ്രഹം. അധ്വാനിക്കാനുള്ള കൃപ, അതിനുള്ള വാഞ്ച, അതിലൂടെ. അല്ലാതെ അലസമായി ദൈവം അനുഗ്രഹിക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി കൊണ്ട് ജീവിച്ചോളാം എന്ന് പറയുന്നതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സമ്പത്തിനെ കുറിച്ചുള്ള ദൈവിക കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇത് വരുന്നത് ഈ ഉണർവെല്ലാം സംഭവിക്കുമ്പോൾ
ഈ ഉണർവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലൊരു കാര്യമുണ്ട്, ഒരു ശക്തമായ ആരാധനയാണ് ഉണർവെന്ന്. ശക്തമായ ആരാധന എന്ന് വെച്ചാൽ ഇത്തിരി ബഹളമൊക്കെ വെച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് വയർക്കുന്ന ഒരു ആരാധനയാണ് ആരാധന, ഉണർവ് എന്ന് ചിന്തിക്കുന്നുണ്ട്. സത്യത്തിൽ ഉണർവ് അതല്ല, പക്ഷെ അത് അതിൻ്റെ ഭാഗമാകാമെന്നേ ഉള്ളൂ. സത്യത്തിൽ ഉണർവുണ്ടാകുന്ന നമ്മുടെ ഹൃദയത്തിലാണ്. ആദ്യത്തെ ഉണർവെന്ന് പറഞ്ഞാൽ പേഴ്സണൽ റിന്യൂവലാണ്, അതായത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു രൂപാന്തരമാണ്, ആത്മീയ രൂപാന്തരമാണ്. ആ രൂപാന്തരം വരുന്ന അവസരത്തിൽ ആളുകൾ ചിലപ്പോൾ കരഞ്ഞെന്ന് വരും, കൈയടിച്ചെന്ന് വരും, ഉറക്കെ പാട്ടുപാടിയെന്ന് വരും, എല്ലാം ചെയ്യും. പക്ഷേ നമ്മൾ തിരിച്ചെപ്പോൾ ചെയ്യുന്നത്, ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് കാണിക്കുക, പക്ഷേ അതിൻ്റെ റിയൽ സാധനമായിട്ടില്ല തന്നെയാണ്. ഏത് മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന കരച്ചിലുണ്ടല്ലോ, മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമൊക്കെ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, പ്രകടിപ്പിക്കും. പക്ഷെ സാധനം ഉള്ളിലിട്ട് നടന്നിട്ടുമില്ല. പക്ഷെ പേഴ്സണൽ റിന്യൂവൽ വരുന്ന അവസരത്തിൽ പല കാര്യങ്ങൾ നടക്കും. പ്രോസ്പെരിറ്റിയുടെ കാര്യത്തിൽ ഒന്ന്, റിവൈവൽ നടന്ന കാലങ്ങളിലെല്ലാം തന്നെ എ സ്പിരിറ്റ് ഓഫ് ഗിവിങ്, കൊടുക്കാനുള്ള വരത്തിനെ അത് പ്രകാശിപ്പിക്കപ്പെടും. റിവൈവൽസ് നടന്നുള്ളിടത്തെല്ലാം തന്നെ നടന്നുള്ള കാര്യമാണ് ഈ ആത്മീയ വരമാണ് കൊടുപ്പാനുള്ള വരം. അങ്ങനെയല്ലേ പറയുന്നത്? ആത്മീയ വരങ്ങൾ ഒന്നായത് വിശ്വാസത്തിൻ്റെ വരം, കൊടുപ്പാനുള്ള വരം, രോഗശാന്തിയുടെ വരം, ഭാഷകളുടെ വരം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കൊടുക്കാനുള്ള വരം എന്ത് ചെയ്യപ്പെടുന്നു? പ്രകാശിപ്പിക്കപ്പെടും. കാരണം ആളുകൾക്ക് ആ വലിയ സമ്പത്ത്, ഈ വയലിൽ മറഞ്ഞു കിടക്കുന്നതായ സമ്പത്ത് വാങ്ങിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുക, അവരെ കയ്യിലുള്ളെല്ലാം എന്ത് ചെയ്യുക, അതിനൊന്നും വിലയില്ലാത്ത തോന്നും അവർക്ക്. ഗിവിങ് സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, അത് സംഭവിക്കുമ്പോൾ ആണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഭൂമി എഴുതി കൊടുക്കുന്നു, വീട് വിറ്റ് കാശ് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ ഇന്നലെ അത് വിശദമായിട്ട് സംസാരിച്ചു, അതുകൊണ്ട് വീണ്ടും കടക്കുന്നില്ല അതിലോട്ട്. ഇതൊക്കെ അത് നമ്മുടെ ഭൗതിക നന്മകളോടുള്ള നമ്മുടെ ആ അറ്റാച്ച്മെൻറ്റ്, അതുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ത് ചെയ്യാൻ തുടങ്ങുക, വിടാൻ തുടങ്ങുന്നു. അത് രക്ഷയുടെ ഒരു ഭാഗമാണ്. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് അല്പകാര്യം സംസാരിക്കുകയുണ്ടായി. ത്യാഗപരമായി കർത്താവിന് കൊടുക്കുന്നു, ത്യാഗപരമായി പാവങ്ങളെ സഹായിക്കുന്നു. എനിക്കൊരു പാസ്റ്റർ അറിയാം, ഇത് പഴയ കാലത്തെ കാര്യമൊന്നുമല്ല. എന്നേക്കാൾ ഒരു പക്ഷേ ഒരു 10, 15, 20 വയസ്സുള്ള പ്രായമുള്ള ഒരു ദേവദാസൻ ഈ പ്രദേശങ്ങളിൽ നിന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങിയത്. പേരൊന്നും അഡ്രസ്സൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പാസ്റ്റർ സി കെ ഡാനിയലിൻ്റെ സെൻറ്ററിൽ, പാസ്റ്റർ സി കെ ഡാനിയൽ അന്ന് കൊട്ടാരക്കര സെൻറ്റർ വിഭജിച്ചിട്ടില്ല, അദ്ദേഹത്തിന് കീഴിൽ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ സെൻട്രൽ പാസ്റ്ററുടെ കീഴിൽ ശുശ്രൂഷിക്കുന്ന മനുഷ്യനാണ്. അന്ന് കാലത്തെ സഭാ നേതാക്കന്മാർക്ക് ഒരു നല്ല ഗുണമുണ്ടായിരുന്നു. അതായത് അവർ ഒരു കയ്യിൽ നിന്ന് വാങ്ങിക്കും, മറ്റേ കയ്യിലൂടെ കൊടുക്കുകയും ചെയ്യും. ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഫെയ്തോമിൽ ചെന്നാൽ എന്നെ തന്നെ ശുശ്രൂഷയിൽ വളർത്തിയെടുത്ത ഒരു ദേവദാസനുണ്ട്, പാസ്റ്റർ കെ പി തോമസ്. പേര് പറഞ്ഞ് എനിക്ക് യാതൊരു മടിയുമില്ല. എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ആത്മീയ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് പാസ്റ്ററൽ മിനിസ്ട്രിയിൽ ഞങ്ങളെ ഷേപ്പ് ചെയ്തൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജീവിതം. അവിടുത്തെ ഫെയ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ താറാമുട്ട പുഴുങ്ങി വെച്ചിരിക്കും, ഏത്തയ്ക്ക വേവിച്ച് വെച്ചിരിക്കും, പാല് തിളപ്പിച്ച് വെച്ചിരിക്കും. ഫെയ്തോമിൽ ഞായറാഴ്ച രാവിലെ അധികം പാല് വാങ്ങിക്കും, ഓർ താറാമുട്ട വാങ്ങിക്കും. കാരണം ആർക്ക് വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പാലെടുത്ത് കൊടുക്കാം. ഏതെങ്കിലും അപ്പച്ചന്മാർക്ക് അല്പം വിശപ്പുണ്ട്, ഡയബറ്റിക് ഉള്ളവർക്ക് വിശപ്പുണ്ടെങ്കിൽ പോയി ഒരു താറാമുട്ട എടുത്ത് ആരോടും ചോദിക്കേണ്ട, അവരടുത്ത് കഴിക്കാം. കൊടുക്കാൻ ഇതുപോലെ ഉദാഹരണമായൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് കിട്ടുന്നതിനനുസരിച്ചല്ല കൊടുക്കുന്നത്, ആ സഭയിലെ നീഡ് അനുസരിച്ച് അദ്ദേഹം അങ്ങോട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ മാതൃക എന്നെ ഓൾറെഡി ഞങ്ങൾ രണ്ടുപേരെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ കണ്ട പല ദേവദാസന്മാരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. ഒരു വശത്ത് വാങ്ങിക്കും, ഒരു വശത്ത് കൊടുക്കും. ഒരു വലിയ പാസ്റ്റർ ആയിരിക്കാം, അവരെ കാണാൻ ആളുകൾ വരുന്നു, ഗൾഫിൽ നിന്ന് വരുന്നു, അമേരിക്കയിൽ നിന്ന് വരുന്നു, പാസ്റ്റർക്ക് ഒരു കൈമുത്ത് കൊടുത്തിട്ട് പോകും. പക്ഷേ അത് കഴിഞ്ഞ് ഒരു സെൻട്രൽ പാസ്റ്റർ ആണെങ്കിൽ, ഒരു സഭയിൽ ചുമതലയിരിക്കുന്ന മനുഷ്യനാണെങ്കിൽ, വേറൊരു ദേവദാസൻ, പരാധീനമുള്ളൊരു ദേവദാസൻ ഒരു സുവിശേഷം കയറി വരുമ്പോൾ ഇതെടുത്ത് അയാൾക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ കവറത്ത് അതുപോലെ അങ്ങോട്ട് കൊടുക്കും. ഇത്തരം മാതൃക ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്. ഈ ദേവദാസൻ അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു കോളേജിലെ ലെക്ചറായിരുന്നു. ഇവർ രണ്ടുപേരും ജോലി കളഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി. ഇതാ പരിപാടി, ഈ കയ്യിലൂടെ വാങ്ങിക്കുക, മറ്റേ കയ്യിലൂടെ കൊടുക്കുക. പാസ്റ്റർ സി കെ ഡാനിയൽ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, എടാ
നിനക്കൊരു പെങ്കൊച്ച് ഉണ്ട്, ആ പെങ്കൊച്ചിന് ഇപ്പോൾ 52 വയസ്സുണ്ട്, ആ പെങ്കൊച്ചിന് ഇപ്പോൾ 52 വയസ്സുണ്ട്. അന്ന കാലത്ത് പറഞ്ഞു നിനക്ക് പെങ്കൊച്ചുണ്ട്, നിനക്ക് കിട്ടുന്ന ഈ എല്ലാം ഇങ്ങനെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചിന് ഞാൻ എന്താ കരുതുന്നേ? അങ്ങനെ ചെയ്യേണ്ട, പറയാം കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ചില സൂക്ഷിക്കണം. കൊടുക്കൽ ഇച്ചിരി ഒന്ന് ചെയ്തിട്ട് കൊച്ചിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടണം. പെങ്കൊച്ച് വളർന്നു വരുന്നത് കെട്ടിക്കുന്നത് എങ്ങനെ? പുള്ളി പറഞ്ഞാൽ അത് അപ്പച്ച ദൈവം നോക്കിക്കൊള്ളും. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. നീ എന്താ പറഞ്ഞേ? എന്നിട്ട് ഒരിക്കൽ സി കെ ഡാനിയൽ പാസ്റ്റർ അമേരിക്കയിൽ പോയി വന്ന അവസരത്തിൽ 10,000 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ സത്യത്തിൽ കുഞ്ഞുഞ്ഞെന്ന് വിളിക്കുക ഒരു ഇതിനു വേണ്ടി, കുഞ്ഞുഞ്ഞെ ഈ 10,000 രൂപ നിൻ്റെ മോടെ കല്യാണത്തിനാണ്, ഇത് നീ ആർക്കും കൊടുക്കരുത്, ഇത് പോയി ബാങ്കിലിട്ടേക്കണം, ഇത് നിൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിന് വേണ്ടി കരുതണം. കൊച്ചന്ന് MA പഠിക്കുന്നു. കുഞ്ഞുഞ്ഞ് പോകുന്ന വഴിക്ക് സഭയിലൊരു വിശ്വാസി വരുന്നു, അത്യാവശ്യം എന്തൊക്കെയോ ഉണ്ട്, ഈ കവറിന്ന് അങ്ങോട്ട് കൊടുത്തു. സി കെ ഡാനിയൽ പറഞ്ഞ കാര്യം അങ്ങ് മറന്നുപോയി. ഈ കുഞ്ഞുഞ്ഞു മാസ്റ്ററുടെ മകൾക്കും മകനും ഭയങ്കര ദേഷ്യമായിരുന്നു ഈ അപ്പൻ്റെ ഔദാര്യം. പക്ഷേ ദൈവത്തിൻ്റെ സമയമായപ്പോൾ കുഞ്ഞുഞ്ഞിൻ്റെ മോളെ ഒരു പൈ പോലും വാങ്ങാതെ അമേരിക്കയിൽ നിന്ന് ഒരാൾ വന്നിട്ട് കെട്ടിക്കൊണ്ടുപോയി. ഒരു പൈ പോലും സ്ത്രീധനവും കൊടുത്തില്ല, കല്യാണ ചെലവും കൊടുക്കേണ്ടി വന്നില്ല, ഞങ്ങൾക്ക് പെണ്ണ് മാത്രം മതിയെന്നും പറഞ്ഞ് വിശ്വാസിയായൊരു പാസ്റ്ററുടെ മകൻ വന്ന് കുഞ്ഞുഞ്ഞിൻ്റെ മോളെ കെട്ടിക്കൊണ്ടുപോയി. കുഞ്ഞുഞ്ഞിൻ്റെ മോള് അതേ ഭർത്താവിനോടൊപ്പം ഇന്നും ജീവിക്കുന്നു. കുഞ്ഞുഞ്ഞിൻ്റെ മോനും ഇതേ ഒരു അനുഭവം ഉണ്ടായി. കുഞ്ഞുഞ്ഞെ ഔദാര്യം ചെയ്തുകൊണ്ട് കുഞ്ഞുഞ്ഞു പാസ്റ്റർക്ക് ഒരു നഷ്ടവും വന്നുമില്ല. സകല സമൃദ്ധിയും കണ്ട ശേഷം മാത്രം കുഞ്ഞുഞ്ഞെ നിത്യതയിലേക്ക് പോവുകയും ചെയ്തു. ആ പാസ്റ്റർ ശുശ്രൂഷ തികച്ച ശേഷം കർത്താവ് സന്നിധിയിലേക്ക് പോവുകയും ചെയ്തു. രക്ഷ സമഗ്രമാകുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമ്മുടെ പേഴ്സണെയും ബാധിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ വിശുദ്ധന്മാർ അവിടെയാണ് ജനിക്കുന്നത്. പ്രൈസ് ഗോഡ്. വിശുദ്ധന്മാരെ കുഴലിലൂടെ കടത്തി വിടുകയല്ല, പുട്ടുണ്ടാക്കുന്ന പോലെ. വിശുദ്ധന്മാരെ ആവിയിൽ പുഴുങ്ങുകയല്ല, അവർ ത്യാഗത്തിലൂടെ, കർത്താവിനെ അനുസരിക്കുന്നതിലൂടെ, അനീതിയുള്ള മാമോനെ വിട്ടൊഴിയുന്നതിലൂടെ, കഷ്ടത സഹിക്കാൻ തയ്യാറാകുന്നതോടെ, ദൈവത്തിൽ വിശ്വസിക്കുന്നതോടുകൂടെ, തങ്ങളുടെ അധ്വാനം കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്നതോടെ അവർ സമ്പന്നരാകുന്നു. ഒരു രാത്രി കൊണ്ടല്ല, അനുസരണത്തിൻ്റെ ഒരു വീതിയിലൂടെയാണ് അവരാരാകുന്നത്? സമ്പന്നരാകുന്നത്. സമ്പന്നരല്ല, അവർക്ക് വേണ്ടത് ലഭിക്കുന്നത്. അവർ ലോട്ടറി അടിച്ച സന്തോഷത്തെക്കുറിച്ചല്ല പറയുന്നേ. വേറൊരു കാര്യം, റിഡംഷൻ ഡിവിഡൻറ്റാണ്. രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കാര്യമാണ് റിഡംഷൻ ഡിവിഡൻറ്റ്. അത് നമ്മൾ അറിയാതെ തന്നെ കിട്ടുന്ന റിഡംഷൻ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പിൻ്റെ ഒരു ലാഭവിഹിതം എന്ന് പറയാം. ഞാനത് വിശദീകരിക്കാൻ എന്താണ്, സാധാരണ മിസിയോളജിസ്റ്റൊക്കെ പറയുന്നൊരു കാര്യമാണ്. കള്ളുകുടിയനായൊരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. കള്ളു കുടിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യൻ, ദുർമാർഗിയായി നടക്കുന്നൊരു മനുഷ്യൻ, അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ രക്ഷിക്കപ്പെട്ടതോടുകൂടെ കള്ളുകുടിയെ നിർത്തി, ദുർമാർഗത്തിൻ്റെ അവസ്ഥകളും നിർത്തി. ഓട്ടോറിക്ഷ ഓടിക്കുന്നവനെ ഒരു ദിവസം കിട്ടുന്നത്, ആ മനുഷ്യന് കിട്ടുന്നത് 100 രൂപയാണ്. 100 രൂപയിൽ 50 രൂപ കള്ളുഷാപ്പിൽ കൊടുക്കും, ബാക്കിയുള്ളതെല്ലാം വേറെ ഏതെങ്കിലും വിധത്തിൽ പുട്ടടിക്കും. വീട്ടിലേക്ക് വരുന്ന അവസരത്തിൽ ഇവൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനോ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനോ നല്ല വിദ്യാഭ്യാസം കൊടുക്കാനോ ഇവൻ്റെ കയ്യിൽ എന്തില്ല? കാശില്ല. അതാരും കൊണ്ടുപോയി? ദുർമാർഗത്തിലും കള്ളുഷാപ്പിലും കൊടുത്ത് തീർത്തു. ഈ മനുഷ്യൻ, ഞാൻ ഈ റിഡംഷൻ ഡിവിഡൻറ്റ് അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ ലാഭവിഹിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. അവൻ ഇപ്പോഴും കിട്ടുന്നത് എന്താ? 100 രൂപ ഇന്നും കിട്ടുന്നുള്ളൂ. രക്ഷിക്കപ്പെട്ടുകൊണ്ട് അവന് 150 രൂപ കിട്ടുന്നില്ല. ഇപ്പോഴും അവനെന്താ കിട്ടുന്നുള്ളൂ? 100 രൂപയെ കിട്ടുന്നുള്ളൂ. പക്ഷേ അവൻ്റെ വീട്ടിലേക്ക് 100 രൂപയും വരുന്നു. കാരണം അവൻ വീണ്ടെടുക്കപ്പെട്ടവനായതുകൊണ്ട്. മനസ്സിലായോ? ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വീണ്ടെടുപ്പിൻ്റെ ലാഭവിഹിതം, റിഡംഷൻ ഡിവിഡൻറ്റ് എന്ന് വിളിക്കുന്നത്. റിഡംഷൻ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് അവനുണ്ടാകുന്ന, അറിയാതെ തന്നെ ഉണ്ടാകുന്ന, പ്രകൃതിയാ ഉണ്ടാകുന്ന ലാഭവിഹിതമാണ്. അതവൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് ഒരേ കോളേജ്, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, പൂനെയിലെ ചില മിഷൻ സ്റ്റേഷൻസിൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. ഒരേ സ്ലമ്മിൽ തന്നെ കഴിഞ്ഞ 3 വർഷമായി വിശ്വാസത്തിൽ വന്നവൻ്റെ കുഞ്ഞുങ്ങൾ ആരാണെന്നും വിശ്വാസത്തിൽ വരാത്തവൻ്റെ, കർത്താവിനെ അറിയാത്തവൻ്റെ കുഞ്ഞുങ്ങൾ ആരാണെന്നും തിരിച്ചറിയാം. എന്താ? അവൻ്റെ ഡ്രസ്സ് നോക്കിയാൽ മതി. രക്ഷിക്കപ്പെട്ട്
അവിടെ ഒരു ചെറിയൊരു സ്ലമ്മിൽ ഒരു ഷെഡൊക്കെ കൂട്ടി ഒരു പാസ്റ്റർ അവിടെ ആരാധിക്കുന്നുണ്ട്. അവിടേക്ക് പോകുന്നവൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടാൽ തിരിച്ചറിയാം. ആ ഓട്ടോറിക്ഷക്കാരൻ്റെ ഡ്രൈവ് അത് കണ്ടാൽ തിരിച്ചറിയാം. കാരണം എന്താ? അവൻ ഡിവിഡൻഡ് അനുഭവിക്കുന്ന, അവൻ എന്തുണ്ട്? രക്ഷയുടെ ഡിവിഡൻഡ്. അവന് രക്ഷയുടെ ലാഭവിഹിതം അവൻ എന്നും കിട്ടിക്കൊണ്ടിരിക്കുക. അവൻ്റെ കൊച്ചുങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു, അവൻ തന്നെ നല്ല ഡ്രസ്സൊക്കെ ഇടുന്നു, അവൻ്റെ ഭാഷയ്ക്ക് മാറ്റം, അവൻ്റെ കുഞ്ഞുങ്ങളുടെ ചിന്തയ്ക്ക് മാറ്റം, അവർ കാണുന്നതെല്ലാം കംപ്ലീറ്റ്. ആ കോളനിയിലെ മറ്റു പിള്ളേരിൽ നിന്നും മറ്റു കുടുംബങ്ങളിൽ നിന്നും ഇവരെന്താണ്? വ്യത്യസ്തരാണ്. റിഡംഷൻ ഡിവിഡൻഡ്. അതിൻ്റെ അർത്ഥം സുഖമായി ജീവിക്കാൻ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ വലിയ അത്ഭുതമൊന്നും വേണ്ട, രക്ഷിക്കപ്പെട്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. വലിയ അത്ഭുതങ്ങളൊന്നും വേണ്ട. ഒരൊറ്റ അത്ഭുതം നടന്നാൽ തന്നെ ലാഭം. അത് ഏതാ അത്ഭുതം? നമ്മുടെ പാപിയായ എൻ്റെ ജീവിതത്തിനുണ്ടാകുന്ന ആ രക്ഷ മാത്രം. ആ അത്ഭുതം നടന്നാൽ എന്നെപ്പോലുള്ളൊരു കള്ളുകൂടിയൻ രക്ഷിക്കപ്പെടാൻ ദൈവം അത്രയും അത്ഭുതം സംഭവിക്കുമെങ്കിൽ അത് മതി തുടർന്നുള്ള സകല നന്മകളും കടന്നു വരാൻ. അതാണ് രക്ഷാ സുവിശേഷമാണ് സമ്പന്നതയുടെ സുവിശേഷം. ഈ ചർച്ച് എൻ്റെ ഓർമ്മ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കണക്കൊന്നും ഞാൻ പറയുന്നില്ല. അനേക മിഷൻ കേന്ദ്രങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിങ്ങൾ സഹോദരിമാരും ഇല്ലായിരിക്കും, സഹോദരന്മാരും യുവാക്കന്മാരും ഒക്കെ മിഷൻ സ്റ്റേഷനിൽ പോയി കാണാറുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് ആ മിഷൻ കേന്ദ്രത്തിൽ അനുഗ്രഹങ്ങളാണോ നടക്കുന്നത്? അല്ലയോ? ഭൗതികമായി ആത്മീയമായതിനോട് ചേർന്ന് അവർക്ക് ഭൗതികമായ നന്മകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ. അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഭൗതികാനുഗ്രഹം നടക്കുന്നുണ്ട്. റിഡംഷൻ ഡിവിഡൻഡ്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ എന്തേ ചെയ്യേണ്ടു? ആദ്യത്തെ അത്ഭുതമായ ലോകത്തിൽ ആർക്കും സാധ്യമല്ലാത്തൊരൊറ്റ അത്ഭുതമുണ്ട്. അത് എൻ്റെ രക്ഷയാണ്, എൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ്. അത് സംഭവിച്ചു കഴിയുമ്പോൾ ബാക്കി എല്ലാം എന്തു ചെയ്യും? നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലം ഒക്കെയും നിൻ്റെ പുറകെ വരും. നിന്നെ എന്തു ചെയ്യുന്ന? അനുഗമിക്കും, നിൻ്റെ പിന്നാലെ വരും. ഞാനാണ് ആ സങ്കീർത്തനം ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിൽ ഞാനിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, നന്മയും കരുണയും നീ ചാവുന്നിടത്തോളം കാലം നിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കും എന്നായിരിക്കും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആ വാക്യം. ആയുഷ്കാലം ഒക്കെ നിന്നെ അനുഗമിക്കും എന്നുള്ളതിൻ്റെ. കാരണം എൻ്റെ പുറകെ വരും നന്മയും കരുണയും. കാരണം ആദ്യം ഞാൻ ദൈവത്തിന് എന്ത് കൊടുത്തു? എൻ്റെ ഹൃദയം കൊടുത്തു. ഞാൻ കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചതോടു കൂടെ എന്തു ചെയ്തു? ഞാൻ മാമോനെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. ഡീട്രിച്ച് ബോണോഫർ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു കാര്യത്തിന് മാത്രമുള്ള സ്ഥലമേ ഉള്ളൂ. ഒരു മനുഷ്യ ഹൃദയത്തിൽ ഒന്നിനുള്ള സ്ഥലമേ ഉള്ളൂ. അതിൽ രണ്ടെണ്ണത്തെ തിക്കിക്കയറ്റാൻ പറ്റത്തില്ലെന്ന്. ഒന്നുകിൽ ദൈവം, അല്ലെങ്കിൽ ദൈവമല്ലാത്തത്. ഇതിൽ രണ്ടിലൊന്ന് മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? പ്രതീക്ഷിക്കാൻ സ്ഥലമുള്ളൂ എന്ന് ഡീട്രിച്ച് ബോണോഫർ പറഞ്ഞതാ. രണ്ടെണ്ണം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു ഹൃദയത്തിൽ എന്തേ പറ്റൂ? ഒന്നേ പ്രതീക്ഷിക്കാൻ പറ്റൂ, ഒന്ന് ദൈവം അല്ലെങ്കിൽ മാമോൻ. പക്ഷെ ദൈവത്തെ പ്രതീക്ഷിച്ച് കഴിയുന്നപ്പോൾ ഉണ്ടായ ആ അനുഭവത്തിലൂടെ അവർക്കുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. റിയൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ അത് രക്ഷയുടെ സുവിശേഷമാണ്. അത് മനുഷ്യർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പക്ഷേ അതിനിത്തിരി പേഷ്യൻസ് വേണം, അതിനല്പം ക്ഷമ വേണം. നമ്മൾ ആ രക്ഷ കണ്ടതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ പ്രായത്തിൽ ഞാൻ നാട്ടിലൊക്കെ വരുന്നത് ഓരോരുത്തരുടെ കാര്യങ്ങൾ അന്വേഷിക്കും. എൻ്റെ പ്രായക്കാർ അനേകർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ സുവിശേഷം പറഞ്ഞവർ, ഞാൻ തന്നെ കോളേജിലായിരുന്നപ്പോൾ ക്യാമ്പിന് കൊണ്ടുപോയിരുന്നവർ, അന്ന് സുവിശേഷം കേൾക്കാതെ, അന്ന് അവർക്ക് സുവിശേഷം കേൾക്കാൻ അവസരമുണ്ടായിട്ട് ഈ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ പോയ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട് ഈ പ്രായത്തിൽ എൻ്റെ സമപ്രായക്കാരെ. ഇന്ന് അവരുടെ എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല, എല്ലാവരുടെയും കാര്യം പലർക്കും ഭൗതിക നന്മകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സുവിശേഷം കേട്ട് അതിനെ തള്ളിക്കളഞ്ഞ അനേകർക്കും, കേട്ടിട്ട് തള്ളിക്കളഞ്ഞ അനേകരും വളരെ ഭൗതികമായ അരിഷ്ടതയിലാണ് ജീവിക്കുന്നത്. ചിലപ്പോൾ ഞാൻ നാട്ടിലൊക്കെ ചെല്ലുന്ന അവസരത്തിൽ അവരുടെ ഓട്ടോയിലൊക്കെ കയറുന്ന അവസരത്തിൽ എനിക്ക് ഭയങ്കര മനപ്രയാസമാണ്. എൻ്റെ കൂടെ കളിച്ചവൻ, എൻ്റെ കൂടെ സ്കൂളിലെല്ലാ കോപ്രായങ്ങളും കാണിച്ച, കോളേജിലൊക്കെ കോപ്രായം കാണിച്ചവൻ, എന്നെ ഓട്ടോറിക്ഷയെ കൊണ്ട് അവിടെ ഇറക്കുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര പ്രയാസം തോന്നും. പക്ഷേ അതേസമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും.
ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇവിടെ അവസാനിച്ചേനെ. നമുക്ക് മനസ്സിലായോ? നമ്മൾ കർത്താവിനെ കണ്ടതുകൊണ്ടുണ്ടായ വ്യത്യാസം. പക്ഷെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ അത്ഭുതങ്ങളും സിദ്ധന്മാരെയും കണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, ഇതാണോ ശരിയായത്, അതാണോ ശരിയായത്? നിങ്ങൾ പിടിച്ചിരിക്കുന്നത് ശരി, ആത്മാവിൻ്റെ രക്ഷയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് പേടിക്കേണ്ട. സകല അത്ഭുതങ്ങളും നിങ്ങളുടെ പുറകെ വരും. പ്രൈസ് ഗോഡ്. സകല അത്ഭുതങ്ങളും നമ്മുടെ കൂടെ വരും. അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ വളരെ ഈ ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന എൻ്റെ സഹോദരന്മാർ കൂടെ എന്നെ ഡ്രൈവ് ചെയ്യും, എറണാകുളത്തേക്ക് കൊണ്ടുവരും, ദൈവം കൊണ്ട് സഹോദരന്മാരുണ്ട്. ഞാൻ അവരെക്കൊണ്ട് സംസാരിക്കുമായിരുന്നു. അവരിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, കർത്താവിനെ അറിയുന്നത് കൊണ്ട് ആളുകൾക്കുണ്ടാകുന്നതായ ആത്മീയ പുരോഗതി, ആത്മീയ നന്മകൾ. പൊതുവെ ചില കാര്യങ്ങൾ പറയാം. പക്ഷെ നമുക്ക് പറ്റിയ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, നാം പലപ്പോഴും ഈ സുവിശേഷം പ്രസംഗിക്കാറില്ല. ഏത് സുവിശേഷം? പൂർണ്ണ സുവിശേഷം എന്ന് വെച്ചാൽ, ഞാൻ പൂർണ്ണ സുവിശേഷത്തെ കാണുന്നത് വേറെ വിധത്തില്ല. പൂർണ്ണ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ രക്ഷയിലൂടെ, പാപങ്ങളുടെ പരിഹാരത്തിലൂടെ നമ്മുടെ രോഗങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ പാപത്തിന് മാത്രമല്ല, നമ്മുടെ രോഗങ്ങൾക്കും, അതായത് നമ്മുടെ ഭൗതികമായ സകലത്തിനും പരിഹാരം ക്രൂശിലുണ്ട് എന്ന് പറയുന്ന സുവിശേഷത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. പ്രൈസ് ഗോഡ്. നാം പലപ്പോഴും പ്രസംഗിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന പെന്തക്കോസ്ത് ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ പാപങ്ങൾക്കും രോഗങ്ങൾക്കും ഒരുപോലെ പരിഹാരം വന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതിലൂടെ? അവൻ്റെ ക്രൂശ് മരണത്തിലൂടെ. അതായത് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുക വഴി എൻ്റെ ഭൗതികവും എൻ്റെ ആത്മീയമായ സകലത്തിനും പരിഹാരം ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നൽകിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന പൂർണ്ണ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. അത് നാം ഇന്ന് പ്രസംഗിക്കണം. നമ്മുടെ സഭകളിൽ പ്രസംഗിക്കണം. നമ്മൾ ഈ മറ്റുള്ളവർ അത് ഒരു എക്സ്ട്രീം പ്രസംഗിക്കുന്നതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നില്ല? ആ എക്സ്ട്രീം പ്രസംഗിക്കുന്നില്ല. പക്ഷേ ആ എക്സ്ട്രീം പ്രസംഗിക്കണമല്ല ഞാൻ പറഞ്ഞേ, ഒരു ബാലൻസ് നമ്മൾ പ്രസംഗിക്കണം. ഏതാ? സഹോദര, നീ കർത്താവിലേക്ക് വന്നാൽ നിൻ്റെ ഭൗതിക വിഷയങ്ങൾക്കും നിൻ്റെ ആത്മീയ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് ഏതാണ്? നിൻ്റെ ആത്മീയം. നീ ദൈവത്തെ അറിയുമോ? കർത്താവിന് വേണ്ടി നിൻ്റെ ഹൃദയം കൊടുക്കുമോ? ദൈവത്തിന് പ്രകാരം ജീവിക്കുമോ? നിൻ്റെ കടബാധ്യത മാറും എന്നതാണ് സുവിശേഷം. പക്ഷേ നാം ഈ മറ്റുള്ള ഈ സമ്പൽ സമൃദ്ധ സുവിശേഷം കേട്ട് അതിനോടുള്ളതായ ഒരു അതിയായ പ്രതികരണ നിമിത്തം നാം ഈ കാര്യം പ്രസംഗിക്കാൻ മറന്നു പോകുന്നു എന്ന് ഞാൻ ചിന്തിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതിനോടുള്ള ഒരു റിയാക്ഷൻ, ആ റിയാക്ഷൻ കാരണം നമ്മൾ ഒന്ന് പ്രസംഗിക്കുന്ന കഷ്ടതയ്ക്കായി നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നു. അല്ല, ദൈവം കഷ്ടതയ്ക്കായിട്ടല്ല നമ്മളെ വിളിച്ചേ. കഷ്ടത അതിൻ്റെ ഭാഗമായിരിക്കാം. ദൈവം നമ്മെ വിളിച്ചത് എന്തിനല്ല? ഈ ഭൂമിയിലെ സമ്പന്നന്മാരാകാനല്ല ദൈവം വിളിച്ചേ. ദൈവം നമ്മെ വിളിച്ച് അലംഭാവത്തോടെ ജീവിക്കാനാണ്. അലംഭാവത്തോടുകൂടിയുള്ള ദൈവഭക്തി. പൗലോസ് പറയുന്നു ആദായ സൂത്രം. പക്ഷെ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു വാക്യമാണ് അത്. എന്താ വാക്യം? അലംഭാവത്തോടെ. അലംബ് എന്നുള്ള വാക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. അലംഭാവം എന്ന് വെച്ചാൽ അലം എന്ന ഭാവം, അതായത് മതി, തൃപ്തിയായി എന്ന ഭാവത്തോടെ ഉള്ള ദൈവഭക്തി. എന്താണ് അത്? ഏറ്റവും ആദായ സൂത്രം എന്ന് പറഞ്ഞ ചീതാർത്ഥത്തിലല്ല, അതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ, ഏറ്റവും ലാഭമുള്ളത്, ഏറ്റവും നല്ലത്, ഏറ്റവും അഭികാമ്യമായത്. ഈ ഒരു കണ്ടൻമെൻ്റാണ് അലംഭാവം. അലം എന്ന ഭാവം. എന്താ അലം എന്ന ഭാവം? ഉള്ളതിൽ തൃപ്തിയായിരിക്കുന്ന ഒരു ഭാവം, ഉള്ളത് മതി എന്നുള്ളതായ ഭാവം. അങ്ങനെയുള്ള ഒരു ദൈവഭക്തിയെയാണ് ദൈവം മാനിക്കുന്നത്. പൗലോസ് പറഞ്ഞു, മുട്ടുള്ളതിനും ഇരിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിലിരിക്കാനും. ഇതൊന്നും എന്നെ എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. മുട്ടുള്ളവനായിരിക്കാൻ എനിക്കറിയാം, പിന്നെ സമൃദ്ധിയിലിരിക്കാൻ എനിക്കറിയാം. പക്ഷെ മുട്ട് എന്നെ ദുഃഖിപ്പിക്കുന്നുമില്ല, സമൃദ്ധി എന്നെ എന്ത് ചെയ്യുന്നില്ല? നിഗളത്തിലേക്ക് നയിക്കുന്നുമില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു ബാലൻസാണ് ക്രൈസ്തവ വീക്ഷണത്തിലുള്ള സമ്പന്നത എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ സമ്പത്ത് ഏതാ? ഇതല്ല. അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നത്. അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നലെ ഞാൻ ഗലാത്യ ലേഖനം വിശദമായിട്ട് സമയമെടുത്ത് ഞാൻ സംസാരിക്കണ്ടായി. അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ ആടും മാടും പോത്തും കാളയും അല്ല.
അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സന്തതിയുണ്ട്. ഏത് സന്തതി? മോശയുടെ ന്യായപ്രമാണം ഒരു സന്തതിയല്ല, സകല ലോകത്തിൽ നിന്നും ഉള്ള ജാതികളിൽ നിന്നുള്ള ഒരു വലിയ പുരുഷാരം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. അതാണ് അവൻ്റെ സന്തതി പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അവൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം ശില്പിയായ പണിത അടിസ്ഥാനങ്ങളുള്ളൊരു നഗരത്തിൻ്റെ അവകാശിയാണ്, അതിലേക്ക് അവൻ പോകുന്നു എന്നുള്ളതാണ് അവനുള്ള അനുഗ്രഹം. ഈ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ മറ്റെന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുള്ളൂ. പൗലോസ് പറഞ്ഞ് എനിക്ക് മുട്ടുള്ളവനായിട്ടിരിക്കാം, അല്ലാതെ ഇരിക്കാം. ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗിക്കുന്നവൻ്റെ ഉള്ളിൽ തന്നെ കുത്തുകൊള്ളുന്ന പ്രസംഗങ്ങളായത്. ഞാൻ തന്നെ ചോദിക്കാറുണ്ട് എന്നോട്, എനിക്കിങ്ങനെയൊക്കെ കഴിയാൻ പറ്റുമോ? പക്ഷേ ഞാനൊരു കാര്യം പറയുക, പലപ്പോഴും ഈ സ്വയം അനുഭവത്തിൽ നിന്ന് ചിലത് കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. ദൈവം നമ്മോട് സംസാരിച്ചതും ദൈവം നമ്മെ നടത്തിയതായ വഴികളെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതിനേക്കാൾ ഉപരിയായ ഒരു തെളിവ് നമുക്ക് കൊടുക്കാനില്ല എന്നതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. ആശ്രയിക്കാതെ ജീവിച്ചതല്ല പറയുന്നേ, വേറെ ഒന്നിലും ആശ്രയിക്കാനില്ലാത്ത വഴി എനിക്ക് വന്നിട്ടുണ്ട്. അത് എൻ്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ ദിവസം തന്നെ തുടങ്ങിയതാണ്. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആ ദിവസം 9:30 മണിക്ക് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് 9:30 ആവുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ 5 രൂപ മാത്രമേ ഉള്ളായിരുന്നു, 5 rupees. കർത്താവിൻ്റെ വേലയ്ക്ക് പോകണോ വേണ്ടായോ? ഇത് ദൈവഹിതമാണല്ലയോ? ചില വർഷങ്ങളായാലും മാസങ്ങളായിട്ട് പ്രാർത്ഥിക്കുക, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, ബൈബിൾ സ്കൂളിൽ പോകാൻ നിൽക്കുക. 5 രൂപ. എനിക്ക് അപ്പോഴും പറയാം എന്തെന്ന്, പോകുന്നില്ലെന്ന്. പക്ഷെ അതേ സമയത്ത് ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നൊരു പഴയ സാക്ഷി ഞാൻ കേട്ടു. പഴഞ്ഞിയിൽ TST ഓഡിറ്റോറിയത്തിൽ പാസ്റ്റർ കുര്യൻ ജോസഫ് ഇറ്റാർസി, ഞാനൊരു കുഞ്ഞായിരിക്കുന്ന അവസരത്തിൽ, കുഞ്ഞെന്ന് വെച്ചാൽ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് വന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ സാക്ഷിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എങ്ങനെയാണ് ഇറ്റാർസിയിലേക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് പോയതെന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം വർഷങ്ങൾക്ക് മുമ്പേ കേട്ടത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നു. അത് അദ്ദേഹം പറഞ്ഞത് അന്ന് 6 ചക്രമോ അല്ലെങ്കിൽ 5 രൂപ എത്രയാണെങ്കിൽ അത് മാത്രം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് അദ്ദേഹം ഇറ്റാർസിയിലേക്ക് പോയി. ദൈവം അവിടെ എത്തിച്ചു. പിന്നെ കഥ നമുക്കറിയാം. ഇറ്റാർസിയിലെ കറ്റോട്ടുകാരനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മൂലം അനേകരെ മധ്യപ്രദേശിൽ, അനേക സഭകൾ മധ്യപ്രദേശിലും അനേക ആ ഭാഗങ്ങളിലെല്ലാം ഉണ്ടാകാനിടയായി. ഈ സാക്ഷ്യം പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 9:15 കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ ഈ രൂപ, എൻ്റെ കയ്യിലുള്ള 5 രൂപ എൻ്റെ കട്ടിലെ വെച്ച് അതിന് മുകളിൽ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച ശേഷം എനിക്കെന്തോ ഒരു ദൈവശക്തി കിട്ടി, ഒരു പ്രത്യേക ശക്തി കിട്ടി. ഞാൻ താഴെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അയൽക്കാരനൊരാൾ ഓടി കിതച്ച് വേർത്ത് വരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പലപ്പോഴും ഈ മുട്ടുള്ളവർക്കെല്ലാം ഞാൻ ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. ആ അവസരങ്ങളിൽ 2 വർഷം ഞാൻ ജോലി ചെയ്ത ഗവൺമെൻറ്റിൽ. അപ്പോൾ ശമ്പളം കിട്ടുമ്പോഴെല്ലാം ആൾക്കാരെല്ലാം കടം വാങ്ങാൻ വരുന്ന അവസരമെല്ലാം കടം കൊടുക്കുമായിരുന്നു. പാവങ്ങൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ കൊടുക്കും. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെല്ലാം കൊടുക്കുമായിരുന്നു. കിട്ടുമെന്ന് വിചാരിച്ചു. ഞാൻ ഈ കൊടുക്കുന്നതെല്ലാം മറക്കുകയും ചെയ്യും. ചിലതൊക്കെ വലിയ തുക ഓർക്കും, ചെറിയ തുക മറക്കുകയും ചെയ്യും. ഇദ്ദേഹം ഓടി വന്നിരിക്കുക. അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര കുത്ത്. ആ ദേവദാസൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്ന അവസരത്തിൽ നീ അവനിൽ നിന്ന് കടം വാങ്ങിച്ച പൈസ എന്ത് ചെയ്യണം? തിരികെ കൊടുക്കണം എന്നും പറഞ്ഞ് രാവിലെ പുള്ളി വേറെ ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ തുകയും അതിനോടുകൂടെ പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടെ ഓടി വന്നിട്ട് പറഞ്ഞു, നീ പോകുന്നതിന് മുമ്പ് ഇത് തരാനാണ് ഞാൻ ഓടി വന്നത്, എനിക്ക് സ്വസ്ഥതയില്ലായിരുന്നു ഇന്നലെ രാത്രി മുതലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു, ഇത് ദൈവത്തിൽ വെച്ചു, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോകാൻ തീരുമാനിച്ചു. അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ലോകം അങ്ങ് മാറുകയായിരുന്നു. കടം വാങ്ങിച്ചവർ കടം തിരികെ കൊണ്ടുവരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ചെയ്യുന്ന POP-യുടെ അന്നത്തെ ഡിസ്ട്രിക്ട് ട്രഷറർ ഓടി വരുന്നു. ലഞ്ച് ബ്രേക്കിന് ഓടി വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ക്യാമ്പ് നടത്തിയപ്പോൾ ഞാനായിരുന്നു POP-യുടെ ജനറൽ സെക്രട്ടറി അന്ന്. ഞാൻ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ കടം വന്നതിന് 100 ചില്ലാനം രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വെച്ചായിരുന്നു.
ദൈവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, വേഗം കൊണ്ടു കൊടുക്കണം. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്ന ദേവദാസിൻ്റെ പൈസ, ഡിസ്ട്രിക്റ്റിൻ്റെ പൈസ, ആരുടെ പൈസ ആയാലും കൊണ്ടു കൊടുക്കാൻ ഓടി വന്ന് അദ്ദേഹം ആ പൈസ എനിക്ക് തിരിച്ചു തന്നു. ഞാൻ ഡിസ്ട്രിക്റ്റിന് വേണ്ടി ചിലവഴിച്ച പൈസയും കൂട്ടത്തിൽ 100 ഒറ്റ രൂപയുടെ മിൻറ്റ് ഫ്രഷ്, അത് ബാങ്കിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ആരുടെയും കൈ തൊട്ടിട്ടില്ലാത്ത 100 രൂപ അദ്ദേഹം കൗണ്ടറിൽ നിന്ന് എടുത്ത് പ്രത്യേകിച്ച് ഒരു കവറിലിട്ട് കൊണ്ടുവന്നു. എൻ്റെ വിശ്വാസീയത അവിടെയാണ് തുടങ്ങി. അവിടെ മുതൽ ഇന്നേ വരെ ദൈവം എന്നെ നടത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് പട്ടിണി കിടന്നതിൻ്റെയോ വസ്ത്രമില്ലാത്തതിൻ്റെയോ സാക്ഷ്യം പറയാനില്ല. സത്യം പറയാം ഞാൻ. കാരണം ദൈവം സമൃദ്ധിയായി നടത്തി. ഇടയ്ക്കൊക്കെ വിശ്വാസത്തിൽ ദൈവം എന്ത് ചെയ്യുമെന്ന് ശോധന ചെയ്യും. ഒരിക്കലും എനിക്ക് ഫിൻലാൻഡിൽ പോകണമായിരുന്നു. ഫിൻലാൻഡ് ടിക്കറ്റുണ്ട്. പക്ഷേ ഫിൻലാൻഡിൽ പോയാൽ ചിലവഴിക്കാൻ ഒരൊറ്റ യൂറോ എൻ്റെ കയ്യിലില്ല. ആ സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ എൻ്റെ കയ്യിലൊരു ഡോളറും ഇല്ല. ഞാൻ ചിന്തിച്ചു, കർത്താവേ പോകണോ വേണ്ടായോ? ബോംബെ വരെ പോകാൻ ടാക്സി ഉണ്ട്, ബോംബെയിൽ നിന്ന് ഹെൽസിങ്കിയിലേക്കുള്ള എയർ ടിക്കറ്റ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ആരെങ്കിലും വന്ന് എന്നെ ടാക്സിയിൽ വന്ന് എൻ്റെ പ്ലേസിലോട്ട് കൊണ്ടുപോകും. 4-5 ദിവസത്തെ കോൺഫറൻസ് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും. പക്ഷേ $1 ഡോളർ പോലും കയ്യിലില്ലാതെ എങ്ങനെയാണ് വിദേശത്തേക്ക് പോകുന്നത്? വളരെ പ്രയാസമാണ്. ഞാൻ ധൈര്യസമേതം പോയി. ഒരൊറ്റ യൂറോ ഇല്ലാതെ 6 ദിവസത്തെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത ശേഷം ഞാൻ തിരികെ വന്നു. പോരുന്ന നേരത്ത് എയർപോർട്ടിൽ നിന്ന് നല്ലൊരു കാപ്പിയും കുടിച്ചു. എൻ്റെ കൂടെ ഉണ്ടെന്ന എൻ്റെ ഘാന എന്നുള്ള ഫ്രണ്ടിന് സാൻഡ്വിച്ച് വാങ്ങിച്ചു കൊടുത്തു. എൻ്റെ കയ്യിലത്തെ പൈസയല്ല അത്. കാരണം അത്ഭുതങ്ങളുമല്ല. ഞാൻ ആ കോൺഫറൻസ് കഴിഞ്ഞ അവസരത്തിൽ തിരിച്ചു പോകാനുള്ള ടാക്സിയുടെ പൈസ ഈ കോൺഫറൻസുകാർ തന്നു. അവർ പറഞ്ഞു ഇത്ര യൂറോ ആയിരിക്കും ഈ ടാക്സിക്ക് ഏകദേശം കണക്ക് കൂട്ടി. പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ, ഞാൻ ഈ സുഹൃത്തും കൂടെ തിരിച്ചു വന്ന അവസരത്തിൽ ഈ ടാക്സിക്കാരൻ ഏതോ ഒരു എളുപ്പ റൂട്ട് എടുത്തുകൊണ്ട് 2-3 കിലോമീറ്റർ ലാഭിച്ചു. അതുകൊണ്ട് ഇവർ തന്ന അത്രയും പൈസ എന്ത് ചെയ്യേണ്ടി വന്നില്ല, ടാക്സിക്കാരന് കൊടുക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് 2 പേർക്കും കാപ്പിയും എയർപോർട്ടിൽ നിന്ന് കാപ്പി കുടിക്കാനും സാൻഡ്വിച്ച് വാങ്ങാനുള്ള കാശേ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇടയ്ക്കൊക്കെ, ഇതൊരു 3 വർഷമായിട്ടുള്ളൂ സംഭവിച്ചിട്ട്, ഇടയ്ക്കൊക്കെ ദൈവം എന്ത് ചെയ്യും, നമ്മളെ ഒന്ന് ഇളക്കി നോക്കും. പക്ഷെ അതേ സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയണം. അതിന് വേണമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, എത്യോപ്യൻ സഹോദരി പറഞ്ഞ പോലെ, ലെസ് ആൻഡ് സ്മോളർ ബാഗേജായിട്ട് യാത്രയുള്ള ഒരു ആത്മവരം നമ്മൾ പ്രാപിച്ചിരിക്കണം. ഒന്നും നമ്മെ എന്ത് ചെയ്യരുത്, ഇല്ലായ്മ നമ്മെ ദുഃഖിപ്പിക്കരുത്, സമ്പന്നത നമ്മെ നിഗളികളാക്കുകയും ചെയ്യരുത്. അതാണ് ക്രൈസ്തവ വീക്ഷണത്തിലുള്ള സമ്പത്തിനെ നാം കൈകാര്യം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇനി 2 ദിവസം ഉണ്ടല്ലോ നമുക്ക് സംസാരിക്കാം. ഞാനിവിടെ അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞത് ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. ഏതാ വിടുതൽ? ഈ സമ്പത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിടണം. ആ സമ്പത്ത് നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ കൊളുത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് വിടണം. പക്ഷേ ദൈവം തന്ന സകല ദിവ്യ അനുഗ്രഹങ്ങളെയും സന്തോഷത്തോടെ സ്തോത്രത്തോടെ അനുഭവിക്കാനുള്ളതായ നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കുകയും ദൈവം നമ്മെ ശോധനയിലൂടെ കടത്തിവിടുന്ന അവസരത്തിൽ പിറുപിറുപ്പ് കൂടാതെ അത് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്ന ഒരു ക്രൈസ്തവ ഹൃദയം നമുക്കുണ്ടായിരിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകൻ. പക്ഷെ ഒരു മിറക്കിളിലൂടെ ആയിരിക്കുകയില്ല, നമ്മുടെ അധ്വാനത്തിലൂടെ ആയിരിക്കാം. ദൈവം നമുക്ക് നൽകുന്നതായ പുതിയ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം, നമുക്കിത് വേണ്ടി തുറക്കുന്ന പുതിയ വഴികളിലൂടെ ആയിരിക്കാം. എങ്ങനെയായാലും ദൈവം നമ്മെ നടത്തുവാൻ മതിയായവൻ. ഇത് വിശ്വസിക്കുന്നില്ലെന്ന് കൈ ഉയർപ്പിക്കുക. സ്തോത്രം പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.